അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല.
ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്. തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ നിന്നെ യേശുനാമത്തിൽ ആശ്രയിക്കുന്നു. ദൈവവേദലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവവേദലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധമ്മ ദൈവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർ ദൈവമായിട്ട് ഒരു പ്രാവശ്യം ചോദിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചില്ല പിന്നെ ആ വഴിക്ക് പിന്നെ അവർ വരത്തില്ല. പ്രാർത്ഥന വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇവന്മാരോട് ഇങ്ങനെയുള്ള അണ്ണന്മാരോട് ദൈവം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുമില്ല. അതാണ് ഏറ്റവും വലിയ വരുന്ന വിഷയം. ഇപ്പം ചിലർക്ക് ദൈവം ചോദിക്കുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അത് മിക്കവാറും നശിപ്പിൻ്റെ വിത്തുകളായിരിക്കും, അത് വേറെ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ധൂർത്തപുത്രൻ്റെ ഒരു മൂത്ത ചേട്ടനില്ലേ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുനർവായനയുണ്ടല്ലോ, അപ്പോൾ ധൂർത്തപുത്രൻ്റെ മൂത്ത ചേട്ടനില്ലേ, ചേട്ടായി അങ്ങേര് ഇവിടെ ഇവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ഡാൻസും പാട്ടും കേട്ടിട്ട് സങ്കടം വരും അല്ലേ. ഇവരെ കൊടുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് അപ്പൻ മകന് നല്ല ഉടുപ്പ് കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. അവിടെ എല്ലാവരും ഭയങ്കര നൃത്താഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് തപ്പും കൊട്ടും പാട്ടുമൊക്കെ കേട്ട് ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരികയില്ല. അപ്പോഴും അവൻ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് വെച്ച് വരികയാണ്. ആ സീനൊക്കെ ഭയങ്കര ഐറോണിക്, ഭയങ്കര സീനാണത്. കാര്യം ഈ വീട് ചത്തുപോയിട്ട് കുറേ നാളായി. ഇത് മരിച്ച വീട് പോലെ കിടക്കേണ്ട സംഭവം. അയാൾ ഓർത്തത് അയാൾക്ക് വഴിതെറ്റിപ്പോന്ന് അയാൾ വിചാരിച്ചത് ഈ മൂത്ത മകന്. കാര്യം ഇങ്ങനെ സംഭവിക്കത്തില്ല, നമ്മുടെ വീട്ടിലെ അങ്ങനെ സംഭവിക്കണെ കുറിച്ച് അയാൾ ചിന്തിക്കണില്ല. അത് ആ രണ്ടിൻ്റെ വീട്ടിൽ അടിയന്തരം നടക്കണമെന്നാണ് ചിന്തിച്ചത്. വന്ന് നോക്കി വാതിക്കൽ എത്തിയപ്പോഴല്ലേ നമ്മുടെ വീട്ടിലാണ് ഈ വേല പടയനും മുഴുവനും. അപ്പം അയാളൊരു വേലക്കാരനെ വിളിച്ചു പറഞ്ഞ മറ്റേ വന്നേട്ടാ, ആള് വന്നിട്ടുണ്ടേട്ടാ. അയാളാ ജീവനോടെ കിട്ടിയൊരു അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാളേക്കുന്ന് അടിയന്താ നടത്തി കണ്ടിങ്ങനെ പാട്ടും ഡാൻസ്. അവൻ അപ്പം തന്നെ ഇടിവെട്ടുകൊണ്ട പോലെ കനച്ച രൂപം പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പം അപ്പൻ പിരിമാറ്റി ജല്ലക്കിടക്കൂടെ നോക്കുമ്പോൾ കണ്ടു നിൽക്കണ ഒരു രൂപം കനച്ച് നിൽക്കുകയാണ്. അപ്പൻ്റെ ചങ്കന്ന് പിടച്ച് കാര്യം ഇവരെങ്ങനെ നാട് വിട്ടു പോയാൽ എന്ത് ചെയ്യും, ഇതുപോലെ പോയാൽ എന്ത് ചെയ്യും. അപ്പോഴേ അപ്പൻ്റെ ആക്രാന്തം കാണണം. പണ്ട് ഇവനോട് ആ ആക്രാന്തം കാണിച്ചിട്ട് ഇവൻ പോകത്തില്ലായിരുന്നു. ഇപ്പൊ അപ്പൻ എന്താ ചെയ്യണം നോക്കി. ലുക്ക 15:27 വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പനും എന്റെ സന്തോഷായി. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്നു. അതേതാണ് സംഭവം. പിതാവിന്റെ ലക്ഷണം മാറി. ഈ പുറത്ത് വരുത്തിലും പിറക്കം പാച്ചിലൊക്കെ പുറത്ത് വന്നു. പിതാവ് ലക്ഷണം പറയാണ്ടതൊക്കെ പിതാവ് പുറത്ത് വന്നു. അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അവനോട് പട്ടാങ്ങി പറയാൻ സാന്ത്വനല്ല, പട്ടാങ്ങിയാണ്. കാര്യം അവൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും. അതാണ് അവന്റെ മൂല്യമുള്ളവനാണ് അവനോട് സാന്ത്വനങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ് പിതാവ് പറഞ്ഞത് കേട്ടെ? എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി
എത്ര കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. അവൻ ദാസ്യവേല ചെയ്യാന്ന് മകനെ പോലെ അവൻ ദാസനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. വചനം അവനെ ജോലി ചെയ്യുകയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും. അതാണ് ഭയങ്കര ഒരു ഉടമ്പടി ജീവിതമാണ് അവൻ്റെ. ആ മൂത്ത മകൻ്റെ ജീവിതം ഉണ്ടല്ല, കറക്റ്റ് ഉടമ്പടി ജീവിതമാണ്. അവൻ വചനം കേൾക്കുകയും ചെയ്യും, ആ വചനം അനുസരിച്ച് വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ, എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇതേണ്ട സന്നയ്ക്ക് ഈ അപ്പൻ ഒരു മക്കളോട് രണ്ട് തരത്തിലാണ് പെരുമാറൊക്കെ തോന്നിപ്പോകും. കാര്യം ഇത് ആട്ടിൻകുട്ടിയെ പോലും ഇവിടെ കൊടുത്തില്ലല്ല. കാര്യം ആട്ടിൻകുട്ടിയുടെ കാര്യം പറയാതിരിക്കണം നല്ലത്. കാര്യം ഈ അപ്പൻ ആലയിൽ പോണത് അല്ലെങ്കിൽ ആടണത്തിറ്റാൻ പോണ പരിപാടിയൊന്നും ഇല്ല. വയസ്സാക്കായിട്ട് വീട്ടിലിരിക്കണേ. അവനാണ് ഈ 100 ആടിനെയും കൊണ്ട് പോണത്. അതിൽ 10-15 ഓരോ ദിവസം പ്രസവിക്കും. അത് 5-6 കുട്ടികളൊക്കെ ഉണ്ടാകും, 10-40 കുട്ടികളുണ്ടാകും. ഇതിന്റെ കണക്കെല്ലാം കൃത്യമായിട്ട് വൃത്തിമനമായിട്ട് ഈ അപ്പന് കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ ഇടയ്ക്ക് 10 ആടിന്റെ കണക്ക് കുറച്ച് കൊടുത്താലും അപ്പന് ഇവനെ വിശ്വസിക്കും. പക്ഷെ അവൻ ഈ മൂത്തവൻ സത്യസന്ധനാ, വചനത്തിലും ജീവിതത്തിലും എല്ലാം സത്യസന്ധനാ. എന്നിട്ട് ഈ സത്യസന്ധനായിട്ടുള്ള സംഭവം എന്താണ് അത് പറയല്ലേ? സത്യസന്ധനായിട്ട് ഇരുന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഇവൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ചോദിച്ചിട്ട് ആട്ടും ഓടിച്ചു കളഞ്ഞവരെ അവൻ. പക്ഷെ എന്നിട്ടും അവൻ കയർത്തില്ല. അതാണ് മൂത്ത മകൻ എന്ന് പറയുന്നത്. മൂത്ത മകൻ ഒരു സംഭവമാണ് ശരിക്കും. ബൈബിളിൽ ഏറ്റവും ടോപ്പ് ആ മൂത്ത മകനാണ് ശരിക്കും. അവനെ കണ്ടില്ല, നീ നോക്കിയ ഇത്രയും പ്രസംഗം ഉണ്ടായി. ദൈവത്തിന് മുമ്പ് നിൽക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിക്കണത് ഈ മൂത്ത മകനും. പിന്നെ ലൂക്ക ഇതിന് 2 അധ്യായം കഴിയുമ്പോൾ 12-17-10 പറയുന്നൊരു ദാസനുമുണ്ട്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് തിരിച്ച് ഇതുപോലെ വയലിൽ നിന്ന് വന്നവനാണ്. ഈ വയലിൽ നിന്ന് വന്നവന്മാരൊക്കെ വില്ലന്മാരായിരിക്കും. ഈ മൂത്ത മകനും വയലിൽ നിന്ന് വരികയും ഇനി ലൂക്ക 17-10 ഒരാൾ വയലിൽ നിന്ന് വരും, ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് അവനും വരും. അപ്പോൾ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ എന്താ പറയണത്? നീ പോയി കുളിക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പിത്തരിക, പിന്നെ നിനക്ക് കഴിക്കുക എന്നല്ല പറയുക. അത് എന്നിട്ട് അതെല്ലാം കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനരഹിതനായ ദാസൻ, ശരിക്കും പ്രയോജനരഹിതന ദാസൻ ആരാണ്? ഈ മൂത്ത മകനാ. അവനൊരു പ്രയോജനമില്ലാത്തവൻ. അവൻ പ്രയോജനമില്ല, അപ്പനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു മനുഷ്യനായിട്ട് അവൻ ജീവിക്കാൻ. എൻ്റെ ദൈവത്തിലെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് നമുക്ക് തോന്നും. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല നമുക്ക് തോന്നാം. എന്നിട്ട് നമ്മൾ വിശ്വസിച്ച് ജീവിക്കും. അതാണ് മൂത്ത മകൻ്റെ ജീവിതം. അപ്പം പറയേണ്ട വാക്കുണ്ട്. എന്താണ്? ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ ഓർക്കണം മകനെ, എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. ആദ്യമായി എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു മാതാവിൻ്റെ ഈശോയുടെ നടുക്ക് നിന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് എനിക്കിതുപോലെ സാക്ഷ്യം പറയാൻ കയറി നിൽക്കാം, എനിക്കൊരു അവസരം തന്നെയെന്ന്. അതിനായിട്ട് എനിക്കൊരു ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് രഞ്ജിത, ഞാൻ വല്ലാർപാടം പനമ്പുകാട് നിന്നാണ് വരുന്നത്. 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ആ 2023 അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്ത സമയത്ത് എനിക്ക് അന്നൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നടന്നിട്ട് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് ദിവസം രാവിലെ എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഹസ്ബൻഡും അത് വലിയ കാര്യമാക്കിയില്ല. സാധാരണ ഒരു രീതിയിൽ എപ്പോഴും അസുഖം വന്ന് പോണ പോലത്തെ രീതിയിലാണ് എടുത്തത്. പക്ഷെ എനിക്കത് കൈയും കാലും ഒക്കെ ഒന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള അടുത്തുള്ള ആൻറ്റിമാരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റാലിക്ക് പോയി പങ്കെടുത്തുകൊണ്ടിട്ട് ഇനി എന്തെങ്കിലും ശാരീരിക വൈകാരിക ഇത്രയും കിലോമീറ്ററൊക്കെ നടന്നതല്ല, അതിൻ്റെ ബുദ്ധിമുട്ടായിക്കോളെം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ ഒട്ടും സാധാരണ വന്നു പോണ പോലത്തെ ഒരു ഫീലല്ല ഉണ്ടായത്. ഉച്ചയായപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് കേട്ടിട്ട് പറഞ്ഞു അവൾക്കൊട്ടും വയ്യെന്ന് തോന്നാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടവനക്കാട് ശ്രേയസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ ആകെ അവശതയായിരുന്നു. എന്ന് വെച്ചാൽ ശരീരമൊക്കെ വീർത്ത് നാവൊക്കെ ഇറങ്ങിപ്പോയൊരവസ്ഥ.
എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നെ കണ്ടപാടെ എൻ്റെ അമ്മ എന്നെ കരച്ചിലായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എത്തി, എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. ഞാൻ ആകെ അവിടെ എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ മാതാവേ എനിക്ക് എത്ര വലിയ ഒരു അസുഖം വരുത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ അടുക്ക വന്നിട്ട് എൻ്റെ ശരീരത്തിന് വയ്യാതായ ഇതെനിക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കു പോസിറ്റീവാണെന്ന് പറഞ്ഞ് തല പോലും നേരെ നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കെന്തോ ഭയങ്കര എന്താ പറയാന്നില്ല, ആത്മാർത്ഥ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ അല്ലെങ്കിൽ പുറത്ത് വേറെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, എനിക്ക് പോകാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്റർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മേനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്തൊന്ന് വരണം. എനിക്ക് ഒട്ടും എഴുന്നേക്കാനോ നടക്കാനോ എനിക്ക് ആരും, എൻ്റെ കൊച്ചിനെ പോലും എനിക്ക് നോക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇത് കിട്ടുന്നില്ല. കണ്ണിന് പോലും കണ്ണൊക്കെ ഭയങ്കര പെയിൻ എടുത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ പിറ്റേന്ന് ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡാണ് കൂടെ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് പോയി, എൻ്റെ അച്ഛനാണ് പിന്നെ കൂടെ വന്നു നിന്നത്. അന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഈ കടയിലൊക്കെ പോലും മുല്ലപ്പൂവിൻ്റെ മണം, ആ ഒരു മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കടയിലൊന്നും കിട്ടൂല ആ മണം, അമ്മാതിരെ നല്ലൊരു മണമായിരുന്നു. ഞാനപ്പോൾ ഒറ്റയ്ക്ക് അനുഭവിച്ചെങ്കിൽ അത് എൻ്റെ ഒരു തോന്നലാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇതെൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും കിട്ടിയ ആ സുഗന്ധാഭിഷേകം. പിന്നെ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്ററെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇനി ഇവിടെ ആരെങ്കിലും വല്ല മുല്ലപ്പൂ എന്തെങ്കിലും വാങ്ങിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ ആരും മേടിക്കാനാണ് മോളെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ തലേന്ന് ദിവസം ഞാനിങ്ങനെ അപേക്ഷിച്ച് എൻ്റെ അടുത്തൊന്ന് വന്നേന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന അമ്മ കേട്ട് നിന്നെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ശരീരത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്കൊരു ആ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയ പോലെ, ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. റിസൾട്ടിലൊക്കെ ഓക്കെയാണ്, കൗണ്ട് സാധാരണ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും, പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ 1-ാം തീയതി എൻ്റെ 9ാമത്തെ പുതുക്കലായിരുന്നു. 1-ാം തീയതി ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് പത്രം എല്ലാം വാങ്ങിച്ച് ഞാനിവിടെ ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ എനിക്കൊരു വീട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട്, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു പാർലർ വേണമെന്ന്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ തള്ളി വിടുന്ന പോലെ ഇങ്ങനെ ഒരു ഇത് വേണമെന്ന്. അപ്പം ഞാനിവിടെ നിന്ന് അമ്മേനോട് പറഞ്ഞു, എന്താ എനിക്കറിയില്ല ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറയണത്, അമ്മ എനിക്കത് സാധിച്ച് തരുവാണെങ്കിൽ എനിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് അമ്മയുടെ ഈശോയുടെ ഒരു രൂപം വേണം, അതിൻ്റെ നേരെ ഒരു ചെറിയ സോഫ സെറ്റും. എനിക്ക് അമ്മയുടെ ഈശോനെ നോക്കി പ്രാർത്ഥിക്കണം, എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരമുണ്ട് എന്ന് വെച്ചാൽ, കസ്റ്റമർ ഇല്ലാത്ത നേരത്താണെങ്കിൽ, പോണ സമയത്ത് ബസ്സിലാണെങ്കിൽ കൊന്ത ചൊല്ലാനും ബൈബിളൊക്കെ പാർലറിൽ ചെന്നിട്ട് വായിക്കാനുള്ള അവസരമൊക്കെ എനിക്ക് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിത് വേണം. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞാൻ ഉടമ്പടിയിലും നിയോഗം വെച്ച്, അമ്മ എനിക്ക് വീട് വേണ്ട, ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ വീട് ഒരു പാർലർ എനിക്ക് രണ്ടിലൊന്ന് വേണം അമ്മയെന്നും പറഞ്ഞ് നിയോഗം വെച്ച് 4-ാം തീയതി ഞാൻ വർക്കിന് പോണ സമയത്ത് വല്ലാർപാടം ജംഗ്ഷനിൽ തന്നെയിട്ട് ഞാൻ ഓട്ടോയ്ക്കാണ് പോയത്. ആ സമയത്ത് ഞാൻ വെറുതെ എന്നെ ആരോ എൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോണ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. വല്ലാർപാടം ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ ഒരു ബേക്കറി ഉണ്ട്, ഗുഡ് ബിൽ ബേക്കറി. അവിടുത്തെ ആ ചേട്ടനായിട്ട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കും, ഇങ്ങനെ ഷോപ്പിൻ്റെ കാര്യമൊക്കെ എവിടെയെങ്കിലും വരണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു, തലേന്ന് ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വിളിച്ച് നോക്കിയതാണ് വല്ല ഷോപ്പ് ഒഴിഞ്ഞ് കിടപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ താഴെ എല്ലാം ഫില്ലാണ്, മേളിൽ ഒരെണ്ണമുണ്ട്, ചേച്ചി വന്ന് നോക്കണട്ടാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ നോക്കാൻ കണക്കാക്കിയല്ല പോയത്. ആ സമയത്ത് ആ ഓട്ടോയിൽ കയറി പോകാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ബസ്സിന് പോയി കഴിഞ്ഞാൽ ഹൈക്കോർട്ടിൽ പോയി ഇറങ്ങാറാണ് പതിവ്. അന്നത്തെ ദിവസം ഓട്ടോയിൽ പോയി അവിടെ ഇറങ്ങി. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ബിൽഡിംഗ് ഓണർ അങ്ങനെ വരാത്ത ആളാണ്. ആ ബിൽഡിംഗ് ഓണർ അവിടെ ഉണ്ട്. ഞാൻ ഡയറക്റ്റ് ചെന്ന് അയാളുടെ അടുത്താണ് സംസാരിക്കുന്നത്, ചേട്ടാ ഇവിടെ താഴെ വല്ല ഷോപ്പ് വല്ല റെൻറ്റിന് കൊടുക്കുന്നുണ്ടാന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചേച്ചിക്ക് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പാർലർ തുടങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അന്ന് ഇവിടെ ഇല്ല, മേളിലേക്ക് വാ, മേളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 380 സ്ക്വയർ ഫീറ്റിലെ ഒരു റൂമാണ് കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇതെനിക്ക് പറ്റുമോ, ഇത്രയും വലുതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഞാനൊരു ചെറിയ ഇതല്ല ആഗ്രഹിച്ചത്. അതുകൂടാതെ തന്നെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിവിടെ നിന്ന് ഒരു പുതിയ ബൈബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
ബൈബിള് വാങ്ങിച്ചിട്ട് ഞാനിവിടെ അമ്മേനോട് ഞാൻ പറഞ്ഞായിരുന്നു, അമ്മേ ഞാനിത് ഇവിടെ വെച്ച് തുറക്കാൻ പോവാ, എൻ്റെ ജീവിതത്തിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണേന്ന്. ഞാനിവിടെ നിന്ന് തുറന്നപ്പോൾ എസഹ്യ 40-41 പേജാണ് എനിക്ക് കിട്ടിയത്. അതിനകത്ത് ഈശോയ്ക്ക് ഒരു ദേവാലയം പണിയണ ഒരു കാര്യം പറഞ്ഞേക്കണത്. അത് ചെറുതല്ല, വലിയ രീതിയിൽ പണിയണ കാര്യമോ. ഞാനിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അവിടെ ചെന്ന് ഷോപ്പ് നോക്കുമ്പോൾ ഇത്രയൊരു 350 സ്ക്വയർ ഫീറ്റിലെ ഒരു ഷോപ്പ് ഇടണം എന്നാ, അത് എനിക്ക് കിട്ടുമെന്ന് ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല. അവിടെ ചെന്ന് ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട്, ഓണറും ഇവിടെ ഉണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ടോക്കൺ കൊടുത്തിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കണ്ട് പിറ്റേന്ന് ദിവസം ടോക്കൺ കൊടുത്ത് അതിൻ്റെ പിറ്റേന്ന് ദിവസം ഞാൻ അവിടെ ചെന്ന് എല്ലാ 4 മൂലക്കയിലും ഞാൻ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈല ആ 4 ഭിത്തികളിലും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സീരിയൽ സിനിമയിലെ പ്രൊഡ്യൂസർക്കാണ് ഞാൻ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് കിട്ടിയതാണ്. 1-ാം തീയതി ഉടമ്പടി എടുത്തു, 4-ാം തീയതി എനിക്ക് കട കിട്ടി, 5-ാം തീയതി പ്രൊഡ്യൂസർ വന്ന് നോക്കി, 6-ാം തീയതി ബിൽഡിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. 1 രൂപ പോലും 1000 രൂപ പോലും മാറ്റി വയ്ക്കാതെയാണ് ആ ഷോപ്പിൻ്റെ പണി തുടങ്ങുന്നത്. ഡിസംബർ 6-ാം തീയതി തുടങ്ങി ജാനുവരി 16-ാം തീയതി എൻ്റെ കടയുടെ പണി മുഴുവനും കഴിഞ്ഞ് 18-ാം തീയതി ഇനോഗ്രേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും കിട്ടുമെന്ന് പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എനിക്ക് സാധിച്ചത്. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു വലിയ കാര്യമാണ് തന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും എൻ്റെ ഏജിലുള്ളവർക്കാണെങ്കിൽ പോലും എൻ്റെ കൂടെ പഠിച്ചവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജോലി, ടീച്ചേഴ്സും നേഴ്സിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ അവസ്ഥയായിരുന്നു. എനിക്കൊന്നും ആവാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ ആ ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പണി കഴിഞ്ഞപ്പോൾ ഇത് എന്നെ കൊണ്ട് സാധിച്ചതാണ്. ഇതെന്താ പറ്റിയത്? 1000 രൂപ പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് ഞാൻ ആ ഷോപ്പിന് മുടക്കിയത് ഒരു 10 ലക്ഷം രൂപയാണ് മുടക്കിയിരിക്കുന്നത്. കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും അന്തം വിട്ടു പോയി. ഇതെന്താ സംഭവിച്ചത്? എങ്ങനെ വന്നു? ഫാമിലിയിലുള്ളവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഇനോഗ്രേഷൻ വന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെയാന്ന്. എൻ്റെ ഫാമിലിയിലുള്ളവർക്കറിയാം ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, മാതാവിൽ വിശ്വസിക്കുന്നവളാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവളാണ്. അവളുടെ ഭക്തി കണ്ടിട്ട് ഞാനൊരു ഹിന്ദുവും കൂടെയാണ്. കുറേ പേര് എനിക്ക് എതിർപ്പുകളായിട്ട് വരുന്നുണ്ട്, എന്തിനാ അവിടെ പോണത്, നമ്മുടെ ഇത് മതി. എന്നെ ഇന്നിവിടെ ഉയർത്തി ഈ ആൾത്താരയിൽ നിർത്തിയിരിക്കുന്നത് എൻ്റെ മാതാവും ഈശോയാണ്. കാരുണ്യ പ്രവർത്തിക്കായിട്ട് ഞങ്ങൾ കൃപാമരിയ എന്നൊരു കൂട്ടായ്മയുണ്ട് വല്ലാർപാടത്ത്. അതിലൊരു 10-30ഓളം പേരുണ്ട്. ഇവിടെ നിന്ന് അഖണ്ഡ ജപമാല വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാ മാസവും അത് മുടങ്ങാതെ ചൊല്ലും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പൊതിച്ചോറും 2ാമത്തെ ഞായറാഴ്ച ജീവകാരുണ്യ പ്രവർത്തിക്കായിട്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന പേഷ്യൻസിനൊക്കെ പൈസ കൊടുക്കും. പിന്നെ അത്യാവശ്യം നമ്മൾ പുറത്ത് പോണ സമയത്ത് എന്നാൽ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യും. കൂടുതലും ഈ ഉടമ്പടിയെ കുറിച്ച് അറിയാൻ സാധിച്ചത് ധ്യാനത്തിലൂടെയാണ്. എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ജോസഫ് അച്ഛനിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അമ്മയോട് ഈശോയോട് എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഉടമ്പടിയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉടമ്പടിയിൽ വിശ്വസിക്കുക, മാതാവിനെ വിശ്വസിക്കുക, ഈശോയെ വിശ്വസിക്കുക. ചോദിച്ചാൽ എന്തും തരുന്ന ഒരു അമ്മയുണ്ട്. ഇന്ന് ഞാൻ അഹങ്കാരത്തോടുകൂടി ആരുടെ മുമ്പിൽ വേണമെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും മാതാവ് ഉയർത്തും. ചോദിച്ചാൽ എന്തും തരുന്ന ഒരു അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്തും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 75:1. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. രമ്യത എന്ന ഈ മകൾ മരിയൻ ഉടമ്പടി 10 തവണ പുതുക്കിയ ഒരു അക്രൈസ്തവ മകളാണ്. ഉടമ്പടിയെ എത്ര കണ്ട് മകൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതൊരു കഷ്ടതകളിലും അമ്മ മാതാവും ഈശോയും തനിക്ക് തുണയും തൻ്റെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരവുമെന്ന് മകൾ എത്ര ആഗ്രഹത്തോടെ സ്നേഹത്തോടെ തിരിച്ചറിയുന്നുവെന്ന് വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊരു രോഗപീഠയുടെ സമയത്ത് അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ സുഗന്ധാഭിഷേകത്തിലൂടെ മകൾക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുകയും രോഗത്തിന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും ചെയ്തതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി.
മറ്റൊന്ന്, പ്രത്യേകിച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു അത്യാവശ്യം ഇല്ലാതിരിക്കെ വീട്ടിൽ തന്നെ ചെറിയൊരു മുറി പാർലറായിട്ടുണ്ട്, ഫ്രീലാൻസായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നുണ്ട്, ടൗണിൽ ഒരിടത്ത് ബ്യൂട്ടി പാർലറിൽ സഹായിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ജോലി തനിക്ക് സ്വന്തമായുള്ളപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി വന്ന അവസരത്തിലാണ് മകളുടെ ഉള്ളിൽ നിന്ന് അമ്മ മാതാവ് തന്നെ പറയുന്നത് പോലെ വീട് അല്ലെങ്കിൽ പാർലർ അതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. മകളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. എങ്ങനെ ഇതുള്ളിൽ നിന്ന് വന്നുവെന്ന് പോലും എനിക്കറിയില്ല, അങ്ങനെ ഒരു അത്യാവശ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. എങ്കിലും ചില പദ്ധതികൾ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഒക്കെ അറിയുന്ന അമ്മ മാതാവ് നാം പോലും ഒരുപക്ഷെ ചിന്തിക്കാത്ത ഇടങ്ങളിലേക്ക് അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, ഇവിടെ ആ 1-ാം തീയതി വന്ന് ആ ഉടമ്പടി നിയോഗത്തിൽ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച പ്രചോദനം എഴുതിയിട്ട് തിരികെ പോകുന്നു. അതിന് 2 ദിവസം കഴിയുമ്പോൾ 4-ാം തീയതി ഒരു കടമുറി കണ്ടെത്താൻ പറ്റുന്നു. 1 മാസം കഴിയുമ്പോൾ അത് പൂർണ്ണമായും ഫർണിഷ് ചെയ്ത് 1000 രൂപ പോലും ഈ ഒരു കാര്യത്തിൽ നീക്കിവെക്കാനില്ലാതിരുന്ന കാലത്തിൽ നിന്നും 10 ലക്ഷം രൂപയോളം ഒരു പാർലർ സുന്ദരമായി അണിയിച്ചൊരുക്കുവാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ട് മകൾ ആ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ സംവിധാനം ഒരുക്കിയെടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവെക്കുന്നത്. ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ തരുന്ന പരിശുദ്ധമ്മയുടെ സംരക്ഷണത്തെ സന്തോഷത്തോടെ മകൾ ഏറ്റുപറയുകയാണ്. മകൾ ആ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ 1-2 കൺസേൺസ് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈശോയെയും അമ്മ മാതാവിനെയും നിരന്തരം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനാവുന്ന വിധത്തിൽ എനിക്കെൻ്റെ പാർലർ സജ്ജീകരിക്കണം. അതൊരു നിലപാടാണ്. അക്രൈസ്തവ മകളാണെങ്കിലും നാഥനും രക്ഷകനുമായി ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിത വിഷയങ്ങൾ മുഴുവനും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ എൻ്റെ ജീവിതത്തെ എടുത്തുയർത്തുകയും അനുഗ്രഹിക്കുകയും കൃപ നിറയ്ക്കുകയും മറ്റനേകർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ എന്നെ ഒരുക്കുകയും ചെയ്യും എന്ന നല്ല ബോധ്യത്തിൽ മകളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയും അതിന്ന് വലിയ അനുഗ്രഹത്തിന് കാരണമായതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഒരു അക്രൈസ്തവ മകൾ 10 തവണ ഉടമ്പടി പുതുക്കി എരുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ പലരും ഉടമ്പടി എടുക്കുമ്പോൾ അത്യാവശ്യമുള്ള 1-2 കാര്യങ്ങളുണ്ടാവും. ഒന്നുകിൽ അത് സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിലരെങ്കിലും അതിൽ നിന്ന് പിന്മാറാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ 3-4 തവണ പുതുക്കി കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടാലും മനസ്സുമെടുത്ത് പിന്മാറാറുണ്ട്. ദൈവത്തിൻ്റെ ജീവിതം ഉടമപ്പെടുത്തുന്നവർ മാത്രം, ആ ദൈവസ്നേഹം ആത്മാവിൽ അനുഭവിക്കുന്നവർ മാത്രമാണ് ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്കെപ്പോഴും കാണാനാവുക. മകളുടെ വാക്കുകളിൽ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നത് അറിഞ്ഞ് അനുഭവിച്ച ഈശോയെ, അമ്മ മാതാവിനെ ജീവിതത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഗ്രഹം അനസ്യൂതം നൽകുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിയും അമ്മയുടെ വലിയ ഇടപെടലുമാണ് മരിയൻ ഉടമ്പടി എന്ന് നമ്മൾ ഓർക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടുകൂടി ഉടമ്പടി നമുക്ക് അതിനായി ജീവിക്കാം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനം ഫിലിപ്പി 4-ാം അധ്യായം 13-ാം വാക്യം. അമ്മേ മാതാവേ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യത്തിനായി നിൽക്കുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് 1000 നന്ദി പറയുന്നു. ആബാപിതാവേ, അങ്ങയിലൂടെയാണ് സർവം സാധ്യമാകുന്നതെന്ന് ഞങ്ങളറിയുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ ഓർത്ത് അമ്മയ്ക്ക് 1000 നന്ദി, കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന. ഞാൻ ഷീല സണ്ണി, തൃശ്ശൂർ പട്ടിക്കാട് നിന്നും വരുന്നു. ഞാനൊരു യാക്കോബൈറ്റ് ചവറാമ്പാടം ഇടവകാംഗമാണ്. ഞാനൊരു വിധവയാണ്. ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഞാനൊരു സിവിൽ വഴിക്കേസിൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ഭർത്താവുള്ള സമയത്ത് 2005 തുടങ്ങി വെച്ച ഒരു സിവിൽ കേസാണ്. എതിർ കക്ഷി 5 പേർക്കെതിരെയാണ് കേസ് കൊടുത്തിരുന്നത്.
ഭർത്താവുള്ള സമയത്ത് എനിക്ക് യാതൊന്നും അറിയേണ്ടതായി ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷം കേസ് കൊണ്ടുപോകുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെയും സഹോദരങ്ങളുടെയും മറ്റു കുറേ വീട്ടുകാർക്കുമൊക്കെയുള്ള 1/2 കിലോമീറ്റർ വഴിയാണ് ഒരു കക്ഷി സ്വന്തമായി പിടിച്ചു വെച്ച് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷം എന്നെയും മക്കളെയും വക്കീൽ വിളിപ്പിച്ച് കക്ഷി ചേർത്തു. കേസിന് ഓരോ പ്രാവശ്യം പോകുമ്പോഴും 40,000 50,000 അയാൾ ഫീസായി ചോദിക്കുമായിരുന്നു. നടന്ന് മടുത്ത് 2023 കേസ് തീർപ്പായി എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. 18 വർഷമായിട്ടും ഒരു കാര്യവും നടന്നില്ല. 2025 ആയപ്പോൾ വീണ്ടും ഏപ്രിലിൽ അയാൾ വിളിച്ച് റീസർവേ വന്നു. റീസർവേയുടെ കുറേ പേപ്പറുകളിൽ എതിർ കക്ഷിക്ക് അനുകൂലമായിട്ടാണ് അളന്നിരിക്കുന്നത്. അയാൾ കുറേ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പറുകളുടെ എല്ലാം ഫോട്ടോ എടുക്കുവാൻ 30,000 രൂപ വേണം. ഇനിയും 30,000 രൂപ ഇപ്പം തന്നെ കൊണ്ടുവന്നെങ്കിലേ ഞാനിനി കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം മറ്റു കക്ഷികളോടൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കാർക്കും ഇനി ഈ കേസ് കൊണ്ടുപോകുവാൻ താല്പര്യമില്ല, ഞങ്ങളാരും ഇനി ഒറ്റ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വഴിമുട്ടി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ കൃപാസനം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നത്. ഞാനിതിനു മുൻപ് 2022 24 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നൊന്നും ഉടമ്പടി എടുക്കുവാൻ എനിക്ക് തോന്നിയില്ല. സത്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ പേടിയായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, കുറേ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനുണ്ട്, അതൊന്നും നിവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള പേടി മൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നത്. എന്നാൽ ഈ കേസിൻ്റെ കാര്യം വന്നപ്പോൾ ഇനി ഉടമ്പടി മാതാവല്ലാതെ, സഞ്ചാരി മാതാവല്ലാതെ എനിക്ക് ആരും തുണയില്ല എന്ന ബോധ്യത്തോടു കൂടി 2025 ജൂലൈ 14 ഞാൻ കൂട്ടാലിയിൽ നിന്നും ബസ് പോകുന്നതിനോടുകൂടെ അവരോടൊപ്പം ഇവിടെ വരികയും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടിയെടുത്ത് അന്ന് തന്നെ ഉടമ്പടിയിലെ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ഞാൻ ശ്രമിച്ചു പോന്നു. പത്രങ്ങളെല്ലാം അടുത്ത വീടുകളിൽ കൊണ്ടുപോയി വിശ്വാസമുള്ളവരെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുവാനും വിശ്വാസമില്ലാത്തവർക്ക് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാനും അവരെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാനും പഠിപ്പിച്ചു. മറ്റുള്ള കുടുംബങ്ങളിലും വൃദ്ധരായ മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് അവരോടൊത്ത് സമയം ചെലവഴിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം കേട്ട് അവർക്ക് വേണ്ട വചനങ്ങളെല്ലാം നൽകി പോന്നു. ഉടമ്പടിയെടുത്ത് 14-ാം തീയതി ഉടമ്പടിയെടുത്തു. 18-ാം തീയതി അംഗനവാടിയിൽ എല്ലാ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ ഭൂമികളെല്ലാം കൺഫർമേഷന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുവാനായിട്ട് എല്ലാവരെയും 20-ാം വാർഡിലുള്ള എല്ലാവരെയും വിളിപ്പിച്ചു. അന്നേരം ഞങ്ങൾ ചെന്നു. അവർ ലാപ്പിൽ സ്കെച്ചുകൾ കാണിച്ചു തന്നു ഭൂമിയുടെ. അന്നേരം ഒരു പ്ലോട്ടിൽ മാത്രം വഴിയില്ലാതെയാണ് അളന്നിരിക്കുന്നതെന്ന് കാണുവാൻ സാധിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അന്ന് വഴിയില്ലാതെയാണ് അളന്നിരിക്കുന്നത്, ഇനിയൊന്നും ചെയ്യാനില്ല, അളന്ന സമയത്ത് നിങ്ങൾ എന്തേ പറയാതിരുന്നെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു പോന്നു. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്കെന്നൊന്നും ചെയ്യുവാനില്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് സർവേയറെ കൊണ്ടുവന്ന് അളപ്പിച്ച് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ വന്ന് വെറുതെ ഇരുന്നില്ല. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കാശുരൂപം ഇവിടെ നിന്ന് കിട്ടിയത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എപ്പോഴും വിശ്വാസ പ്രമാണം നടക്കുമ്പോഴും നടപ്പിലും എടുപ്പിലും എല്ലാം വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമ്മയും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നമ്മുടെ ഉപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളവും ഉടമ്പടി തൈലവും കൊണ്ടുപോയി ആ വഴിയിലുടനീളം വിതറി പ്രാർത്ഥിക്കുകയും പ്ലോട്ടിൽ വഴിയില്ലാത്തടത്തും പോയി പ്രാർത്ഥിച്ച് ആരോടും പറയാതെ രഹസ്യമായാണ് ഞാനിതെല്ലാം ചെയ്തിരുന്നത്. എൻ്റെ അമ്മ പരസ്യമായ രഹസ്യമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. 4-ാം ദിവസം വഴിയില്ലാത്ത കാര്യം സർവേയിൽ ലാപ്പിൽ എനിക്ക് കാണിച്ചു തന്നത് 18-ാം തീയതിയാണ് എന്നെ കാണിച്ചു തന്നത്. 22-ാം തീയതി 21-ാം തീയതി ഞായറാഴ്ച പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നാളെ തിങ്കളാഴ്ച
ഞങ്ങൾ അളക്കുവാൻ വരുന്നുണ്ട്, നിങ്ങൾ പേപ്പറുകളെല്ലാമായി വരണം, പ്രൈവറ്റ് സർവേയറെ കൊണ്ടല്ലാതെ അളക്കുകയില്ല എന്ന് പറഞ്ഞു വിട്ട അവർ മാതാവിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ മൂലം സഞ്ചാരി മാതാവ് പഞ്ചായത്തിൽ ചെന്ന് പ്രവർത്തിച്ചതുപോലെ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. എൻ്റെ ഉടമ്പടിയുടെ ശക്തി എനിക്ക് അവിടെ പൂർണ്ണമായി 4-ാം ദിവസത്തിൽ തന്നെ വെളിപ്പെട്ടു. തിങ്കളാഴ്ച 22-ാം തീയതി അവർ വന്നു, ഭൂമി അളന്നു, വഴി തിരിച്ചു, കുറ്റിയടിച്ചു തന്നു. അതിനുശേഷം എനിക്ക് കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ വിശ്വസിക്കുവാനും എല്ലാം സാധിച്ചു. കുർബാനയും മറ്റ് ദാനധർമ്മങ്ങളുമെല്ലാം ഞാൻ ഇടപെടാതെ പ്രവർത്തിച്ചു പോന്നു. കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഓഗസ്റ്റ് 12-ാം തീയതി ഉടമ്പടി എടുത്ത് 28-ാം ദിവസം 1 മാസം തികയുന്നതിന് മുൻപേ പെട്ടെന്ന് വക്കീലിൻ്റെ ഗുമസ്തൻ കാശില്ലാതെ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ഞാൻ ഇതൊന്നും ഫോർവേഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ട ആൾ ഗുമസ്തൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കേസ് ജയിച്ചു, നിങ്ങൾക്ക് വഴി കിട്ടി. ഞാൻ മറ്റെല്ലാ കക്ഷിക്കാരെയും വിളിച്ചു പറഞ്ഞു, ഗുമസ്തൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നമുക്ക് വഴി വെട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി 10-60 ലോഡ് വേസ്റ്റ് ഇറക്കി മരങ്ങളെല്ലാം വെട്ടി വഴിയുണ്ടാക്കി. ആ വഴി തെളിച്ച് കിട്ടി. അതിനുശേഷം ഞാൻ വക്കീലുമായി ബന്ധപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? വക്കീൽ പറഞ്ഞു, അവസാന നിമിഷത്തിൽ എന്തെന്നറിയില്ല, എനിക്ക് തോന്നി നമ്മുടെ പെൻഷനായ പഴയ സർവേയർ ഒന്ന് വിളിപ്പിക്കാം. അങ്ങനെ സർവേയറെ വിളിപ്പിച്ചു. സർവേയർ ചോദിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ആൾ പറഞ്ഞു തന്ന പ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് അനുകൂലമായി വിധി വന്നു. സഞ്ചാരി മാതാവാണ് വക്കീലിനൊപ്പം ചെന്ന് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എൻ്റെ ഉടമ്പടിയുടെ വിശ്വാസമാണ് വക്കീലിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. 20 വർഷമായി വക്കീലിന് തോന്നാതിരുന്ന കാര്യം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഉടമ്പടി ഉപ്പിനും ഉടമ്പടി പത്രത്തിനുമെല്ലാം വളരെ വിലയുണ്ടെന്ന് അവർ അറിഞ്ഞത്, ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. എൻ്റെ നാട്ടുകാർക്കെല്ലാം ഇപ്പോൾ ഈ സംഭവം അറിയാം. എൻ്റെ ഉടമ്പടി മൂലമാണ് എല്ലാവർക്കും വഴി കിട്ടിയതെന്ന്. ഞാൻ കാരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നത് അടുത്ത വീടുകളിലെല്ലാം പോയി വയസ്സായ അമ്മമാരും അപ്പന്മാരും വയ്യാതെ കിടക്കുന്നവരെ പോയി കാണുകയും അവർക്ക് വേണ്ട ആശ്വാസവചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട ശാരീരിക ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, ഗവൺമെൻറ്റിൽ നിന്നും റിട്ടയർ ആയതാണ്. അതും എൻ്റെ നാട്ടുകാർക്കറിയാം. അതുപോലെ തന്നെ അടുത്ത വീടുകളിലെല്ലാം വചനം ഉദ്ഘോഷിക്കുവാനായിട്ട് പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഏതോ ഒരു ചേച്ചി ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് പത്രം കൊണ്ടുവന്ന് തന്നു. ഞാനൊരു ഹിന്ദുവായിരുന്നു എങ്കിലും ഞാൻ കാര്യമായി വിശ്വസിച്ചില്ല. പക്ഷേ ആ പത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ വലിയൊരു ജീവൻ മരണ പോരാട്ടത്തിൽ നിന്നും ബ്ലീഡിംഗ് ആയിട്ട് എല്ലായിടത്തു നിന്നും മടക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എന്നെ ജീവനോടെ കോമയിലായിരുന്ന എന്നെ തിരിച്ചു തന്നത് ആ പത്രമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും പത്രം എൻ്റെ കൂടെയുള്ളതാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പത്രം കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ചു. നമ്മുടെ ഈ പത്രം വിശുദ്ധമാണ് മക്കളെ. വിശുദ്ധമായ പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. ആ പത്രം കിട്ടുന്ന എല്ലാവർക്കും ആ പത്രത്തിൻ്റെ സാമീപ്യവും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം 1000 പ്രാവശ്യം ഞാനിവിടെ ഉറച്ച് ഉത്ബോധിപ്പിക്കുന്നു. പത്രം കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. പത്രം കയ്യിലുള്ളത് വിശുദ്ധമാണ്, അതൊരു വിശുദ്ധ വസ്തുവാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ വിശുദ്ധ വസ്തുക്കളായ ഉപ്പിനും തൈലത്തിനുമെല്ലാം വളരെ ശക്തിയുണ്ട്. അമ്മ മാതാവിനോടൊപ്പം ഞാൻ എല്ലാ കുർബാനകളിലും കുമ്പസാരത്തിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഞാനൊരു യാക്കോബൈറ്റ് വിശ്വാസിയാണെങ്കിലും കല്യാണത്തിന് മുൻപ് ഞാൻ റോമൻ കാത്തലിക് ആയിരുന്നു. അതുകൊണ്ട് ലത്തീൻ പള്ളിയിലും മറ്റു പള്ളികളിലെല്ലാം പോയി 2 ആഴ്ചകൾ കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കുർബാനകൾ പങ്കുകൊള്ളുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഉടമ്പടിക്ക് ശേഷം കൂടുതൽ സമയം ബൈബിൾ വായനയിൽ നിവർത്തിക്കുവാനും ബൈബിൾ വചനങ്ങളിൽ ആഴപ്പെടുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും സാധിച്ചു. കുർബാനയിൽ ജീവസുറ്റ മകളായി പങ്കുചേരുവാനും കരഞ്ഞല്ലാതെ കുർബാനയിൽ നിന്നും ഇറങ്ങി വരുവാൻ സാധിക്കാതെയുമുള്ള കൃപ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചതിനോർത്തും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഇനിയും കൂടുതൽ കാലം മരണം വരെ അമ്മയോടൊപ്പം ഉടമ്പടിയിൽ ജീവിക്കുവാനും
അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അമ്മയുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കുവാനും എന്നെ ഉപകരണമാക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും അമ്മ ആബാപിതാവിനോട് മാധ്യസ്ഥം വഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആബാപിതാവിൽ നിന്നും അമ്മ നേടിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ സാക്ഷ്യങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തോത്രം, ആരാധന. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം വചനം 15-ാം വചനമാണ്. 28-ാം അധ്യായം 15-ാം വചനമാണ്. നമ്മോട് കൂടെയുള്ള ദൈവം, പോകുന്നിടത്തെല്ലാം കാത്തുരക്ഷിക്കുന്ന ഒരു ദൈവം. ദൈവം യാക്കോബിന് നൽകിയൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ നമ്മൾ ഓരോരുത്തരോടും ദൈവം തരുന്നത്. ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും, ഞാൻ നിന്നെ നയിക്കും, ഞാൻ വാഗ്ദാനം നിറവേറ്റുന്ന ദൈവമാണ് എന്ന്. നമ്മൾ എത്ര ബലഹീനരായാലും ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസ്തമായ ഒരു ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടിയിൽ കൂടെ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നത്. നമ്മുടെ കഷ്ടതയിൽ കാത്തു പരിപാലിക്കുന്ന, പ്രശ്നങ്ങളിൽ വഴി തുറന്ന് നൽകുന്ന, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ, നമ്മുടെ കൂടെയുള്ള അമ്മ. കൃപാസനം ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു വലിയ അനുഭവ സ്ഥലമാണ്. ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ വ്യക്തികളുടെ ദൈവാനുഭവങ്ങളാണ് നമുക്ക് പങ്കുവെക്കുന്നത്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്നവരാണ് ഉടമ്പടി മക്കൾ. ഒരിക്കലും നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോട് കൂടിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തോടു കൂടിയാണ് നമ്മൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്നാണ് ഓരോ സാക്ഷ്യങ്ങളിലും സാക്ഷ്യപ്പെടുത്തുന്നത്. ഷീല സണ്ണി എന്ന മകളുടെ സാക്ഷ്യത്വം അതുതന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമ്മൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃപാസനം അമ്മ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഉടമ്പടി മക്കളെല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെയുള്ള ദൈവമാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത്, വക്കീലിലൂടെ സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന അമ്മ. ആ അമ്മ കൂടെയുള്ളപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമുക്ക് മെറിറ്റില്ലാത്തപ്പോൾ ദൈവകൃപയിൽ വിശ്വസിച്ച് മുന്നോട്ട് നയിക്കാൻ ആ അമ്മയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ അൽത്താരയിൽ നിർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസീന ജോസ്, ഇത് ഹസ്ബൻഡ്, ഇത് 2 കുഞ്ഞുങ്ങൾ ഇസബെല്ല ഇയാൻ, ഇതെൻ്റെ സഹോദരൻ അരുൺ. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ വരക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ അയർലൻഡിൽ കുടുംബമായിട്ട് ജോലി ചെയ്യുന്നു. കൃപാസനവും ഉടമ്പടിയുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് 2023 മൂത്ത കുഞ്ഞ് ഇസബലിനെ ഞാൻ 32 ആഴ്ച പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. അതുവരെ ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രഗ്നൻസി പെട്ടെന്ന് എൻ്റെ വാട്ടർ ബ്രേക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വിളിച്ചപ്പം ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയായിരുന്നു. അങ്ങനെ 33 ആഴ്ച 3 ദിവസമായപ്പം സിസേറിയനിലൂടെ ഇവളെ പുറത്തെടുത്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു 33 ആഴ്ച ആയുള്ളൂ, ചിലപ്പോൾ കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കേണ്ടി വരും, ICUവിൽ വെക്കേണ്ടി വരും എന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പവും കൂടാതെ അവൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്തു. അവരുടെ പ്രോട്ടോക്കോൾ 35 ആഴ്ച ആയതുകൊണ്ട് അതുവരെ അവളെ ഒബ്സർവേഷനായിട്ട് ഹോസ്പിറ്റലിൽ വെച്ചു. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും പെട്ടെന്ന് ഇങ്ങനെ വാട്ടർ ബ്രേക്കായി. മനസ്സിലുണ്ടായിരുന്നു എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് കാരണം മനസ്സിലായത് ഞാൻ പിന്നീട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൽ അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പേരൻസ് ഇവിടെ വന്നപ്പോൾ അവർ നിയോഗമായിട്ട് വെച്ചിരുന്നു, അമ്മയും കുഞ്ഞിനെയും കുഴപ്പങ്ങളൊന്നും കൂടാതെ ആരോഗ്യത്തോടെ ലഭിക്കുവാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. ആരോഗ്യ പ്രശ്നം കാരണം പേരൻസിന് ഇപ്പം വരാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതാണ്. ഞാൻ 3 വട്ടം അറ്റൻഡ് ചെയ്തു, ഫെയിലായി. എനിക്ക് ഭയങ്കര ടെൻഷൻ. അവർ എക്സാമിനേഴ്സിനെ കാണുമ്പോഴത്തേക്കിനും ഞാൻ പഠിച്ച കാര്യങ്ങളോ ഒന്നും എൻ്റെ മനസ്സിലില്ല. ഭയങ്കര പാനിക്കായിട്ട്, ഭയങ്കര ബ്ലാങ്കായിട്ട് പോകും. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ടെസ്റ്റിന് പോകുമ്പം ഞാൻ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എൻ്റെ മെറിറ്റ് കൊണ്ട് ഇതെനിക്ക് കിട്ടത്തില്ല, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്.
എല്ലാം മറന്നു പോകും, ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടെസ്റ്റ് ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഓരോ ടെസ്റ്റിനും പോകുന്നത്. അപ്പോൾ ആ 4ാമത്തെ പ്രാവശ്യം പോയപ്പം എനിക്ക് അമ്മ മാതാവിനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലേഡി എക്സാമിനറെ കിട്ടി. അങ്ങനെ അന്ന് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. അതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഒരു കാറുണ്ടായിരുന്നു, കുറച്ചും കൂടെ വലിയതായിട്ടുള്ളൊരു കാറ് വേണം, കുറച്ചും കൂടെ സ്പേസൊക്കെ സൗകര്യമുള്ളൊരു കാറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെപ്പോഴും നോക്കുമെങ്കിലും നമുക്ക് പറ്റിയ ബഡ്ജറ്റ് അല്ലാത്തതുകൊണ്ട് അതെപ്പോഴും വിട്ടുവിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പം കൃപാസന മാതാവിൻ്റെ ഗ്രേ കളറുള്ളൊരു കാറ് കണ്ടു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റിനുള്ളിലുള്ളൊരു കാറായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതൊരു സെക്കൻഡ് ഹാൻഡ് കാറാണ്. അത് കാണാൻ പോകുന്നതിൻ്റെ തലേദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇത് അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്ന കാറാണെങ്കിൽ ഒരടയാളം തരണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മരിയ 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 എന്ന് 3 പ്രാവശ്യം കേട്ടു. എന്നിട്ട് ഞാൻ അടുത്ത മൊമെൻറ്റിൽ ഹസ്ബൻഡിനോട് പറയാണ്, ഇത് മാതാവ് നമുക്ക് തരുന്ന കാറാണെങ്കിൽ ആ ഓണറിൻ്റെ വൈഫിൻ്റെ പേര് മരിയ അല്ലെങ്കിൽ മേരി, അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കും എന്ന്. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ആ ഓണർ ഭാര്യേനെ മേരി എന്ന് വിളിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ബോധ്യമായി ഇത് മാതാവ് ഞങ്ങൾക്ക് തരുന്ന കാറാണെന്ന്. അങ്ങനെ ഞങ്ങൾ അതിന് അഡ്വാൻസ് കൊടുത്തു. മാതാവ് ഞങ്ങൾക്ക് ആ കാറ് തന്നു, ആ ഗ്രേ കളറിലുള്ള കാറ്. പിന്നീട് അയർലൻഡിലൊരു വീട് മേടിക്കാൻ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ സഹായിച്ചതാണ്. ഞങ്ങൾക്ക് വളരെ ചെറിയ മിനിമം ബാലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലോൺ പേപ്പർ എല്ലാം ഒരു 6 മാസ കാലാവധിയാണുള്ളത് ലോൺ സാങ്ഷൻ ആകാനുള്ളത്. അതിനുള്ളിൽ ബിൽഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും അവരുടെ ബാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ ലോൺ സാങ്ഷൻ ആവുള്ളൂ. അങ്ങനെ അവസാന സമയങ്ങൾ എടുത്തിട്ടും ബിൽഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും അവിടെ എത്താത്തപ്പം ആ ഒരു 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യ പേപ്പറുകളെല്ലാം ആദ്യം തൊട്ട് എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്യണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ പലരിലൂടെ മാതാവ് ഇടപെട്ട് കറക്റ്റ് ആ ലോണിൻ്റെ 6 മാസത്തെ കാലാവധി തീരുന്ന ആ ദിവസം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ വിഡ്രോ ചെയ്യാനായിട്ട് മാതാവും ഈശോയും ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഈ സമയത്ത് ഞാൻ 2024 ഫെബ്രുവരിയിലാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയിലായിരുന്ന സമയത്താണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ സാധിച്ചത്. പിന്നെ 2024 നവംബർ 29 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗമായിട്ട് കുടുംബ ജീവിതത്തെ വിശദീകരിക്കണമെന്ന്, വിശുദ്ധരായ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് നിയോഗം വെച്ചിരുന്നു. അങ്ങനെ തിരിച്ചു നിന്ന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും തിരികെത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ട് തിരിയിലെ നാളത്തിൽ ഇങ്ങനെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ പോലെ ഒരു കിഡ്നി ബീൻസിൻ്റെ ഒരു ഷേപ്പിൽ കാണുകയാണ്. അപ്പം മനസ്സിലിങ്ങനെ തോന്നൽ വരികയാണ്, ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുമോ. അപ്പം നാട്ടിൽ വന്ന സമയത്ത് PCOD കാരണം ഡോക്ടർ പീരിയഡ്സ് ആകാൻ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നിർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളെന്നും തൈലവും ഉപ്പും ഒക്കെ എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. അങ്ങനെ 3-ാം മാസത്തിൽ പെട്ടെന്ന് എനിക്കൊരു ഹെവി ബ്ലീഡിങ് വന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ആ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡ് എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ തേച്ചും കഴിക്കാനായിട്ടൊക്കെ തന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, 3 മാസമാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ വഹിച്ച് ആ ഗർഭകാലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചപ്പം അമ്മ മാതാവും ഈശോയും തന്ന കുഞ്ഞാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അമ്മ തന്ന കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ വളർച്ചയോടെ അമ്മയുടെ മുമ്പിൽ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കണമെന്ന് ലഭിക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു. അങ്ങനെ ആംബുലൻസ് ക്രൂ വന്നപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് എന്ത് വാർത്തയും കേൾക്കാൻ തയ്യാറായിരിക്കണം എന്നാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. അവർ സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ക്ലോട്ട്സ് ഉണ്ട്, അത് വലുതായാൽ പ്രഗ്നൻസി മിസ്കാരേജ് ആകും. പക്ഷേ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. കാരണം ഇത്രയേറെ ബ്ലീഡിങ് ഉണ്ടായിട്ടും കുഞ്ഞിനെ ആരോഗ്യത്തോടെ എൻ്റെ ഉദരത്തിൽ സംരക്ഷിക്കാൻ അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാമെങ്കിൽ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തരുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മുമ്പോട്ട് പോയി. ആ സമയത്താണ് ഡോക്ടേഴ്സ് പറയുന്നത് ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്ലാസൻ്റ അവർ എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഹിസ്റ്റോപത്തോളജി ഒക്കെ വിട്ടപ്പോൾ അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ 2ാമത്തെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് ആസ്പിരിൻ ടാബ്ലറ്റ്, പ്രൊജസ്ട്രോൺ, പെസറി ഒക്കെ 35 ആഴ്ച വരെ കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തപ്പോൾ
അവർ പറഞ്ഞു അവർക്ക് ഇതുപോലെ പ്ലാസൻ്റയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് അവരുടെ കുഞ്ഞ് മരിച്ചാണ് ഉണ്ടായതെന്ന്. അപ്പം അന്നാണ് എനിക്ക് എൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും വാട്ടർ നേരത്തെ ബ്രേക്കായി എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയത്. കാരണം അമ്മ മാതാവ് അവർ പേരൻസ് ഉടമ്പടി എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിച്ചു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പം ഇവിടെ വന്ന് ഉടമ്പടി പത്രിക മേടിച്ച് നാട്ടിലും അയർലൻഡിലും ഒക്കെ എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം ഡെയിലി ബ്രെഡ് സാക്ഷ്യങ്ങളൊക്കെ കാണുകയും വാട്സപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ കൃപാസനത്തെയും ഉടമ്പടിയെയും പറ്റി മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ വരെ എല്ലാ ദിവസവും സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോകും, ആത്മീയ ജീവിതത്തിലൊക്കെ വളരെ മുമ്പിട്ട് നിന്ന്. പക്ഷേ സ്വന്തമായിട്ട് കയ്യിൽ ഫോണ് സ്വാതന്ത്ര്യമൊക്കെ ആയപ്പോൾ അത് വളരെ പിന്നിലായി കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന നെറ്റിയിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്ന അത്രത്തോളം അത് വധിച്ചിരുന്നു. ഒരു ബുദ്ധിയൊക്കെ മന്ദീഭവിച്ച് ഹൃദയമൊക്കെ ഘനീഭവിച്ചൊരവസ്ഥയായിരുന്നു. എന്തിനു ജീവിക്കുന്നു, ഒരു ഡിപ്രഷൻ, കുറ്റബോധം, നിരാശ, അങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതും ഉടമ്പടിയെപ്പറ്റി മനസ്സിലാക്കുന്നതും. അതൊരു പിടിവള്ളി പോലെയായിരുന്നു എനിക്ക് മുമ്പോട്ടേക്ക് പൊങ്ങി വരാൻ, ജീവിതത്തിൽ മുമ്പോട്ടേക്ക് പോകാനായിട്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെല്ലാനായിട്ട് മാതാവ് സഹായിച്ചു, ഈശോയെ സഹായിച്ചു. സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയും പങ്കെടുക്കാനും കുമ്പസാരിക്കാനും സാധിച്ചു. ക്ഷമിക്കാനായിട്ട് ഒരിക്കലും ക്ഷമിക്കില്ല, മിണ്ടില്ല എന്ന് വിചാരിച്ചിരുന്ന 2 വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതൊക്കെ അവരോട് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനൊക്കെ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തതിലൂടെ സാധിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്ന അറിയാത്ത ഒരു കുടുംബത്തിന് എല്ലാ മാസവും സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. മാനസിക രോഗികളായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തിലും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി അർപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവമുണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 9-ാം വചനമാണ്. ഇത് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും ഒരു വലിയ സംരക്ഷണമാണ്. ഈശോയും അമ്മയും കാത്തു പരിപാലിച്ച് ആ കുട്ടിയെ ആ വെള്ളം ബ്രേക്ക് ആയതും അതൊരു പിന്നീട് നമ്മൾ അറിയുന്ന 2ാം കുട്ടി ജനിച്ചപ്പോഴാണ് അത് ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണമായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളറിയാത്ത രീതിയിലാണ് ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് നമ്മൾ എന്ത് പറഞ്ഞാലും ഈശോയുടെ എല്ലാ കാര്യവും നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മ കൊണ്ടുപോകുന്നത് ഈശോയിലേക്കാണ്. അന്നത്തെ ദിവസം ആ ഹോസ്പിറ്റലിൽ ഈ മകളുടെ വെള്ളം വാട്ടർ ബ്രേക്കായപ്പോൾ യൂട്രസ് സ്വന്തം അച്ഛനും അമ്മയും കൃപാസനത്തിലേക്ക് പോരുന്ന വഴിയായിരുന്നു. കൃപാസനത്തിലേക്ക് വരുന്ന വഴിയിലാണ് ഈ ന്യൂസ് അവർക്ക് കിട്ടുന്നത്. അവർ ഉടമ്പടി എടുക്കാൻ വരുമായിരുന്നു. ഒരു പക്ഷേ ആ സ്റ്റെപ്പ് എടുത്തത് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടാവാം. അവരന്ന് പോരുന്ന വഴിക്ക് തന്നെ ഇവിടെ വന്ന് ആ നിയോഗം വെച്ചത് ആദ്യത്തെ കുട്ടിയുടെ ഒരു സേഫ് ഡെലിവറിക്ക് ഒരു സേഫ് ബർത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് ആ മകൾ ജനിക്കുകയും എല്ലാം ഈശോയും അമ്മയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്തത്. പിന്നീട് ഈ മകൾ പറഞ്ഞൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു. മകൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാമായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് പെട്ടെന്ന് കിട്ടിയെങ്കിൽ ഈ മകൾ പറയുന്നത് ഇതെൻ്റെ മെറിറ്റ് അല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. പിന്നീട് ഇവിടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാർ വാങ്ങണമെന്ന്. ഓരോ കാര്യങ്ങളും ഇവർ വാങ്ങിക്കുന്നതിനും ചെയ്യുന്നതിനും എല്ലാം മുൻപ് പരിശുദ്ധ അമ്മയോട് കൺസൾട്ട് ചെയ്യുന്നതാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈശോയോട് ചോദിച്ച് ഞങ്ങൾക്ക് വാങ്ങിത്തരിക എന്നാണ്. അങ്ങനെ ഈ മക്കൾ പ്രാർത്ഥിച്ചനുസരിച്ച് കാർ മേടിക്കാൻ പോയപ്പോഴും ഈ മകളുടെ മനസ്സിൽ മരിയ എന്നുള്ള വാക്ക് വയ്ക്കുകയും ആ ഓണറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ആ ഓണർ ഭാര്യയെ വിളിക്കുന്നു മേരി എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ ഇത് അമ്മയുടെ ഇടപെടലാണ്, ഒരമ്മയുടെ അടയാളമായിട്ടാണ് ഇവർക്ക് മനസ്സിലാക്കിയത്. ഓരോ കാര്യത്തിലും ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും ഈശോയുടെയും അമ്മയുടെയും ഇടപെടൽ പല രീതികളിലാണ് ഇവർക്ക് സാന്നിധ്യം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് അയർലൻഡിൽ ഒരു വീട് കിട്ടുക വളരെ പ്രയാസമാണ്. അവിടെയും ഈശോയും അമ്മയും ഇടപെട്ട് പെട്ടെന്ന് തന്നെയാണ് ബിൽഡേഴ്സിൻ്റെ പേപ്പറും എല്ലാം റെഡിയാക്കി കൊടുത്ത് മാതാവിൻ്റെ ഇടപെടൽ പല വ്യക്തികളിലൂടെയാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണ് അയർലൻഡിൽ ഒരു നല്ലൊരു ഭവനം ഇവർക്ക് മേടിക്കുവാൻ സാധിച്ചത്. പിന്നെയാണ് 2ാമത്തെ കുട്ടിയുടെ ബർത്ത്. 3-ാം മാസം ബ്ലീഡിങ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്
കുഞ്ഞിനായി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ഹെൽത്തി ചൈൽഡിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. കാരണം ക്ലോട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ചൈൽഡിൻ്റെ പ്ലാസൻ്റ എക്സാമിനേഷൻ ചെയ്തപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറവായതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് കൂടുതൽ അവർ സംരക്ഷണം നൽകിയിരുന്നു. പ്രാർത്ഥിച്ചു കൂടുതൽ തീഷ്ണതയോടെ. ഉടമ്പടി എടുത്താണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അമ്മ കൂടെയുണ്ടെന്നുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു ഈ മകൾക്ക്. അതുകൊണ്ട് ഭയമില്ലായിരുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ വളർച്ചയോടെ അമ്മയുടെ സന്നിധിയിൽ ഈ കൊച്ചിനെ കൊണ്ടുവരണം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മകൾ ഈ കുട്ടിക്ക് വേണ്ടി യാചിച്ചത്. അതും ഈശോയും അമ്മയും കനിഞ്ഞനുഗ്രഹിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തികൾ അത് കുടുംബത്തിലായാലും ജോലിയിലായാലും ആരോഗ്യത്തിലായാലും ഒരു കുഞ്ഞിന് വേണ്ടിയായാലും ദൈവം അത് പൂർത്തിയാക്കും. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതം ഉറച്ച വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾക്ക് പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ നയിക്കാം. തസ്സീൻ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശു മഹത്വം. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ഷൈൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് എമി അന്ന ഷൈൻ. ഞങ്ങളിവിടെ ഒരു വലിയ സാക്ഷിയാക്കി നിർത്തിയ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. നാട്ടിൽ ഞങ്ങൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഇടവകയിലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം ആയായിരുന്നു. 2018 കല്യാണം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയായിരുന്നു. പക്ഷേ അത് മിസ്കാരേജ് ആയി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 തവണ അബോർഷനായി. ഒരിക്കൽ ഒരു 9 monthsലും കുഞ്ഞിനെ നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായി. അപ്പം ഡോക്ടർ അന്ന് പറഞ്ഞായിരുന്നു ട്യൂബ് ഒന്ന് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ അന്ന് ഞാൻ ഉടമ്പടിയിലായിരുന്നു. 2019 മുതലായിരുന്നു ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നത്. ഞാനപ്പം ഉടമ്പടി തൈലം എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു എക്ടോപ്പിക് എന്ന് പറഞ്ഞത്. ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ച് ഞാനിന്നൊരു ഡോക്ടറോട് പറഞ്ഞു, ഞാനും സെയിം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് 1 day തരുമോ? അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ അഡ്മിഷൻ ആയിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓൾറെഡി റപ്ചർ ആയിട്ടുണ്ട്, സ്കാനിങ്ങിൽ ഓൾറെഡി ഫ്ലൂയിഡ് കളക്ഷനും ഉണ്ട്. അപ്പം എനിക്കറിയാം അതെന്താണ് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടൊരു കണ്ടീഷനിലോട്ട് പോവുകയാണെന്ന്. പക്ഷേ ഞാൻ വന്നിട്ട് ഉടമ്പടി തൈലം എൻ്റെ റൈറ്റ് സൈഡിൽ വയറിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അന്ന് ഫുള്ള് ഞാൻ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞൊന്നും ആയിട്ടില്ല, ദൈവമേ എന്താണോ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു 48 hours കഴിഞ്ഞെന്നാൽ നമുക്ക് BETA-HCG ചെയ്ത് നോക്കാം. 48 hours കഴിഞ്ഞ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ BETA-HCG നേരെ ഡൗൺ ആയായിരുന്നു. ഹാഫിനെക്കാളും ഡൗൺ ആയി. അപ്പം ഡോക്ടർ പറഞ്ഞു വേനിന്നാൽ കുഴപ്പമില്ല, നമുക്ക് മൈൽഡ് ഫ്ലൂയിഡ് കളക്ഷൻ ഇപ്പം കാണുന്നുള്ളൂ, ഓൺലി ഒബ്സർവേഷൻ ആവാം, നീ എന്നാൽ അഡ്മിറ്റ് ആവണമെങ്കിലാവാം, അല്ലെങ്കിൽ നിനക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൂമിലിരുന്നോളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ റെസ്റ്റിലായിരുന്നു കുറച്ച് ദിവസം. അങ്ങനെ BETA-HCG ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് നോർമലിലോട്ട് വന്നു. അങ്ങനെ ഒരു സർജറി ഇല്ലാണ്ട് അന്ന് എന്നെ അമ്മ മാതാവ് കാത്തുകൊണ്ട് അന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു. അപ്പോഴത്തേക്ക് എന്നോട് ഇവിടെ നിന്ന് ബ്രദർ പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതി, ഉടനെ മാതാവ് അതെല്ലാം സഹായിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 ഞങ്ങൾ UK പോയി. ഞാൻ മുന്നേ സൗദിയിൽ ഹസ്ബൻഡ് കുവൈറ്റിലും ആയിരുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷേ ഒന്നും ആയില്ല. അങ്ങനെ UK ഞങ്ങളെത്തി, കുഞ്ഞുണ്ടായി. ഇത്രയും ഒരു ജേണിയിലൂടെ കടന്നുപോയപ്പോൾ തന്നെ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയായിരുന്നു. എനിക്ക് സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര പേടിച്ച ഞാൻ സ്കാനിങ് റൂമിലോട്ട് കയറുന്നത്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റ് മണി എൻ്റെ കമ്പനിയിൽ കാണും അതെല്ലാം പ്രഗ്നൻസി റിലേറ്റഡ് ആയിരുന്നു. അപ്പം അതിൽ ഞാനൊരു സാക്ഷി ഒരു ഡോക്ടറിൻ്റെ കണ്ടായിരുന്നു, അമ്മ മാതാവിൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ മാത്രം തന്നാൽ മതിയെന്ന്. ഞാനും അതങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. സ്കാനിങ് റൂമിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വയറിലും എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഹസ്ബൻഡും എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുമായിരുന്നു കുഞ്ഞിനെ തൊട്ട്. എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് ഒന്നും അറിയുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നും മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിനെയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമാവുമായിരുന്നു, ഓക്കെ മാതാവ് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്.
അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പോഴായാൽ പോലും അവിടെ സ്കാനിങ് മെഷീനിൽ ഞാൻ എൻ്റെ നെറ്റിയിൽ നിന്ന് എന്നെ എടുത്ത് ഉടമ്പടി തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്നെ കരഞ്ഞിട്ട് ഇവിടെ നിറക്കരുതേന്ന്. അങ്ങനെ കറക്റ്റ് 9 months ആയപ്പോഴത്തേക്ക് എനിക്ക് സിസേറിയൻ സെക്ഷൻ എടുത്ത്. അപ്പോൾ എൻ്റെ പേടിയും പിന്നെ അവിടുത്തെ ഒരു റൂൾസാണ്, നമുക്ക് ഡൈവേർഷണൽ തെറാപ്പി തരും സിസേറിയൻസ് ഏത് ഡെലിവറിയിലായാലും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അന്നൊരു ഫ്രൈഡേ ആയിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിലെ പ്രെയർ എനിക്കൊന്ന് ലൈവ് ഇട്ട് തരുമെന്ന്. അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പിഡ്യൂറലൊക്കെ സ്പൈനിൽ തന്നപ്പം പോലും ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ പ്രെയർ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനൊരു ത്രോട്ടിലൊരു സർജറി വന്നായിരുന്നു. അതെല്ലാം മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്ന് കുഞ്ഞ് മൂക്കിൽ കൂടെ NG ട്യൂബൊക്കെ ആയിരുന്നു കുറച്ച് മാസം. അതെല്ലാം കുഴപ്പമില്ലാണ്ട് ഇപ്പം കുഞ്ഞ് ഓറലി നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ അത്ര ബെറ്റർ ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് നിൽക്കാൻ വേറെ ഓരോ ഓപ്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ OET പോയത്. OET എനിക്ക് ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ എനിക്ക് ഒട്ടും സ്കോറില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം തേർഡ് ടൈം എഴുതിയപ്പോൾ ക്ലബിംഗ് സ്കോർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മാതാവ് ഞങ്ങളെ ഒരുമിച്ച് നിർത്താനായിട്ട് എനിക്ക് റിക്വേർഡ് സ്കോർ തന്ന് UK എത്തിച്ചു. അതേപോലെ തന്നെ CBT OSCE ആയാൽ പോലും മാതാവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നേഴ്സാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് ജോബ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. 6 to 7 months ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഒരാളുടെ സാലറി വെച്ച് മാത്രം ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴും മാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഓരോ ആപ്ലിക്കേഷനും സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് NHSൽ തന്നെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. ദെൻ ഞങ്ങൾ ഇപ്പം നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ച് ഒരു നെയിമിൻ്റെ ഇഷ്യൂ വന്നായിരുന്നു. എനിക്ക് മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, കുഞ്ഞു ഹസ്ബൻഡ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, ആര് സഹായിക്കുമെന്നും അറിയത്തില്ല. ഞങ്ങൾ 4 മണിക്ക് ഞങ്ങൾ ഇമിഗ്രേഷനിൽ കയറിയതാണ്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിയായപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കുക, ഇന്ന് കരയുക. അവർ വന്നിട്ട് ഞാനാണെങ്കിൽ അപ്പോഴത്തേക്ക് കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചുപ്പിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണം, ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഞങ്ങൾ മെയിൽ അയക്കാം, അവരുടെ റിപ്ലൈ എന്താണെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു 8 മണിക്കാണ് ഫ്ലൈറ്റ്, ഇനിയും ഞങ്ങളിവിടെ നിൽക്കുവാണ് കുഞ്ഞിനെയും വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 7:20 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു റിപ്ലൈ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, 3 പേർക്കും ട്രാവൽ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തോടെ ഞങ്ങളൊന്ന് നാട്ടിലെത്തിയായിരുന്നു. നാളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞിന് 1 വയസ്സാവണതിന് മുന്നേ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങളത് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ട്രാവൽ ചെയ്യുവാണ്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയാൻ എപ്പോഴും ഞാൻ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു പ്രഗ്നൻസിയിൽ എനിക്കൊരു സ്ട്രെങ്ത് തന്നിരുന്നത്. എപ്പോഴും ഞാൻ ലൂക്ക 18:27 പറയുന്നതായിരുന്നു, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. അത് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോലും സ്കാനിങ്ങിനായാലും എന്ത് ചെക്കപ്പിനായാലും പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഞാനൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും, എന്ത് ദൈവമേ ഞാൻ കടന്നു പോയ വഴിയിലൂടെ ഒന്നും അവർ പോവരുതേ, മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണേ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്കിപ്പം കുഞ്ഞൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബൈബിളെന്നും വായിക്കുമായിരുന്നു. ഞങ്ങളെന്നും പ്രഗ്നൻസി ത്രൂ ഔട്ട് ഒരിക്കൽ പോലും കൊന്ത ചൊല്ലാതെ കിടന്നിട്ടില്ല. എത്ര രാത്രി ആയാൽ പോലും വയ്യെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും കൊന്ത ചൊല്ലിയിട്ട് ഉറങ്ങും. അതും കുഞ്ഞിനെ തൊട്ട് കൊന്ത ചൊല്ലുമായിരുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ടെന്ന് പറയുന്നത് ഡയറക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മന്ത്ലി വീട്ടിലോട്ട് പൈസ ഇടും. ഞാൻ അമ്മയോട് പറയും, വീടിനടുത്ത് കുറച്ച് 2-3 ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസുള്ള ഫാമിലീസും ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്നാൽ പറ്റുന്ന മന്ത്ലി ഉള്ള സഹായം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടിയാണ് 2019 എടുത്തത്. എന്നാണോ എൻ്റെ 90 days കഴിയുന്നത്, എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാനത്
ഓൺലൈൻ ഉടമ്പടിയിലോട്ട് മാറ്റും. എന്നിട്ട് നാട്ടിലുള്ള സമയത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് പേഷ്യൻസിന് കൊടുക്കും. അവിടെയാണ് പത്രം കൊടുക്കുന്നത്. ചിലർ വേണ്ടെന്ന് പറയും, എന്നാലും ഞാൻ പറയുന്നത് ദൈവമേ അവരുടെ അസുഖം അവർക്ക് സൗഖ്യമാക്കി കൊടുക്കണമേ. ഇനിയും മുന്നോട്ട് ഇന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇനി ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകാൻ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹങ്ങളും കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനും നന്ദി. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകളില്ലാതായാലും വയലുകൾ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം മാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ദിവ്യയുടെയും ഷൈൻ്റെയും ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ അവർ ഏറ്റുപറഞ്ഞത്. ദിവ്യ ഇവിടെ ഏറ്റുപറയുന്നത് ഒരു വിശ്വസ്തതയുടെ ആസ്തിയെക്കുറിച്ചാണ്. 7 വർഷക്കാലം അവർ ഉടമ്പടി 2019 ആദ്യമായി അവർ ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടി ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും ഓരോ തവണയും അവർക്ക് വലിയ സങ്കടത്തോടു കൂടി പ്രത്യാശ വെച്ചുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ 7-ാം വർഷം അവർക്ക് കുഞ്ഞുണ്ടായതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നാളെ ഈ കുഞ്ഞിൻ്റെ ജന്മദിനമാണ്. ഇടയ്ക്കിടെ അവർ എപ്പോഴും ഓൺലൈൻ ഉടമ്പടിയിൽ അവർ വിശ്വസ്തരായി ഈശോയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് എത്ര തന്നെ സങ്കടങ്ങളുണ്ടായാലും സമയം വൈകിയായാലും നല്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനാണ് അവരിപ്പോൾ നന്ദി പറയുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അവർക്ക് കുഞ്ഞിന് ഒരുപാട് മെഡിക്കേഷൻസ് ആവശ്യമായി വന്നെങ്കിലും ഇന്ന് കുഞ്ഞിനുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പരിശുദ്ധ അമ്മ അവർക്ക് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോ സൗഖ്യം നൽകുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. വാഗ്ദാനം പ്രാപിക്കാൻ അബ്രാഹത്തിന് 25 വർഷമാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും അതുപോലെ തന്നെ കടൽ തീരത്തെ മണൽത്തരി പോലെയും അത്ര വലിയൊരു നമ്പറായിരുന്നു അബ്രാഹത്തിനോട് ദൈവം ചെയ്ത വാഗ്ദാനം. 25 വർഷത്തിന് ശേഷമാണ് അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ ഇസഹാക്കിനെ നൽകി അനുഗ്രഹിച്ചത്. അതിനുശേഷവും കുഞ്ഞിനെ നൽകിയതിന് ശേഷവും അബ്രാഹത്തിൻ്റെ വിശ്വസ്തതയെ ടെസ്റ്റ് ചെയ്ത മാറ്റുരച്ച് നോക്കിയ ഒരു സംഭവമാണ് ഇസഹാക്കിനെ ബലിയർപ്പിക്കുക എന്നുള്ളത്. അബ്രാഹാം വളരെ വിശ്വസ്തയോടുകൂടിയാണ് ദൈവം തന്ന കുഞ്ഞിനെ ബലിയർപ്പിക്കാനായി മലമുകളിലേക്ക് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും മാറ്റുരച്ച് നോക്കുമ്പോൾ നാം എത്രമാത്രം വിശ്വസ്തയോടെ എനിക്ക് തന്നാലും ഇല്ലെങ്കിലും അങ്ങയുടെ ദൈവമഹത്വം, ദിവ്യ പറഞ്ഞതുപോലെ എല്ലാം ദൈവമഹത്വത്തിന് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റവും ആത്മധൈര്യവും അഭിഷേകവും ഇന്ന് ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ജോലിയില്ലാതിരുന്ന അവസ്ഥയിൽ അവർ വളരെ തകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ 2 പേർ ഒരാളുടെ സാലറി കൊണ്ട് ഒരു UK ജീവിക്കുക അസാധ്യമാണ്. എങ്കിലും അവർ തകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് ഷൈനൊരു പാർട്ട് ടൈം ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അവരുടെ എയർപോർട്ടിലുണ്ടായിരുന്ന ആ സമയത്ത് അവസാന മണിക്കൂറിലും അവരുടെ ആത്മാർത്ഥതയെ ദൈവം ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ട്രാവൽ ബാൻ നിശ്ചയിച്ച സമയത്ത് പോലും അവസാന മണിക്കൂർ പോലും ഫ്ലൈറ്റ് പൊങ്ങേണ്ട ആ സമയത്ത് പോലും ദൈവം അവരുടെ കൂടെ നിന്ന് അവർക്ക് വഴി ക്ലിയറായി കൊടുക്കുകയായിരുന്നു. ചെങ്കടലിൽ വഴി തീർത്തവൻ, വഴിയും സത്യവും ജീവനുമായവൻ ഈശോ നമ്മോട് കൂടെയുണ്ട്. നാം ഉടമ്പടിയുടെ ഉറപ്പിലാണ് എപ്പോഴും സഞ്ചരിക്കേണ്ടതെന്നാണ് ദിവ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിച്ചാൽ യോഹന്നാൻ 15-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്ന പോലെ നിങ്ങൾ എന്നിൽ വസിച്ചാൽ മാത്രം മതി, ഞാൻ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളാൻ നിങ്ങൾക്ക് നൽകും. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും നമുക്ക് തൊട്ടെടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് അസാധ്യമായ മനുഷ്യന് അസാധ്യമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണെന്ന് വിളിച്ചറിയിക്കുന്നതാണ് ഉടമ്പടി പ്രാർത്ഥന. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം. ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ വരും. നമ്മുടെ എല്ലാ പരീക്ഷണ സമയങ്ങളെയും പാറ്റി നിർത്തി നമുക്ക് എല്ലായ്പ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ചേർന്നിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദിവ്യയ്ക്കും ഷൈനും കുഞ്ഞിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടൊരു നല്ല പേര് നിഷാദ്. ഞാൻ എറണാകുളം ജില്ലയിലെ എളമക്കര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 29/9/2024 ഇപ്പോൾ എൻ്റെ 5ാമത്തെ ഉടമ്പടിയിലാണ്. ഇതിനു മുൻപ് ഒരു സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് ഈശോയിലൂടെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്.
ഇതിനു മുമ്പ് സാക്ഷ്യം പറയാൻ ഇതുപോലെ ഞങ്ങൾ ഒരുക്കിയതിനും ഈ നിമിഷം ഇതുപോലെ സാക്ഷ്യം പറയാൻ ഈ പുണ്യ അൾത്താരയിൽ നിൽക്കുവാനുള്ള വലിയ കൃപ ലഭിച്ചതിനും അമ്മ മാതാവിനും ഈശോയിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യം പോലെ തന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലാത്ത നിയോഗത്തിലാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. പക്ഷേ അത് ഉടമ്പടിയിലൂടെ തന്നെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അമ്മ തന്ന ഏറ്റവും വലിയ കൃപയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ രോഗസൗഖ്യ സാക്ഷ്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെയുള്ള സാക്ഷ്യമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യം അമ്മ നൽകി. ഞാനിവിടെ ഉടമ്പടി എടുത്തത് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോഴാണ്. ആ സമയത്ത് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു ജോലിയോ മറ്റോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, രോഗസൗഖ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അന്ന് രോഗസൗഖ്യം തന്ന് ഈ നിമിഷം വരെ ഞങ്ങളെ പൊന്നുപോലെ അമ്മ മാതാവ് പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഈ നിമിഷം ദൈവമേ ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയോട് നന്ദിയുള്ള മകളായിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ 18 വർഷം മുമ്പ് ഉപേക്ഷിച്ച എൻ്റെ കരിയർ, ഞാനൊരു MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനാണ് ആയിരുന്നു അന്ന്. ഇപ്പോൾ വീണ്ടും ഈ 18 വർഷത്തിന് ശേഷം ഞാൻ മറന്നുപോയി, ഞാൻ ഉപേക്ഷിച്ച് വിട്ട എൻ്റെ ഒരു ജീവിതം തിരികെ കിട്ടിയ പോലെ ഈ 4.5 മാസമായിട്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മ മാതാവ് വഴി ഈശോയോടാണ്. അമ്മയിലൂടെ ഈശോ തന്ന അനുഗ്രഹമായിട്ട് എനിക്കത് ബോധ്യപ്പെട്ടു. കാരണം എനിക്ക് ഈ ഒരു അവസരം വന്ന ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ് ഞാൻ അമ്മയോട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഗിഫ്റ്റാണെന്നൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. ആ ഒരു ടൈമിലാണ് എനിക്ക് ഇതുപോലെ ലാബിലേക്കുള്ള ഒരു വേക്കൻസി ഉണ്ട്, ബയോഡേറ്റ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് എൻ്റെ എൻ്റെ വൈഫ് അനിയത്തി വഴിയാണ് ആ ലാബിലെ ഇൻചാർജ് അവളുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ആ ഒരു ഇത് വന്നതെങ്കിലും എനിക്കൊട്ടും തന്നെ ധൈര്യമില്ലായിരുന്നു. കാരണം ഇത്രയും നാൾ ഗ്യാപ്പ്, 18 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്തും ജോലിക്ക് അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിൽ കിട്ടാൻ യാതൊരുവിധ സാധ്യതയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ എനിക്കിത് അമ്മ തന്നതാണെങ്കിൽ എനിക്ക് കുറേയൊക്കെ ഈ ഒരു ഫീൽഡിനോട് ആ ഒരു ഇഷ്ടവും ഇതും ഒക്കെ പോയിരുന്നു. കാരണം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും മറന്നുപോയി, ഇങ്ങനൊരു കാര്യം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും മറന്നിരിക്കുന്ന സമയമായിരുന്നു. മാതാവിനോട് ചോദിച്ച പ്രകാരം എനിക്ക് അടയാളങ്ങൾ കിട്ടി. കാരണം ഞാൻ ഇത്രയും ഗ്യാപ്പായിട്ട് ചെല്ലുമ്പോൾ തിരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ഫെയിലായി പോരാൻ ഒരിക്കലും അമ്മ എനിക്ക് ഇടയാക്കരുത്. എനിക്ക് അമ്മ ഒരു അടയാളം തന്നെ. കാരണം ഇത് അമ്മ വഴിയാണെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കയറിയതുപോലെ തന്നെ തിരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതും പ്രകാരം അവിടുത്തെ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ഇൻചാർജ്, ലാബിൽ ഇൻചാർജ് മാലിനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഞങ്ങൾ തമ്മിൽ പുറത്ത് അപ്രതീക്ഷിതമായി കാണുകയും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഇന്ന പോലെ എനിക്ക് ഗ്യാപ്പുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനെല്ലാം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ ധൈര്യം തരികയും കുഴപ്പമില്ല ഞാനുണ്ടല്ലോ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലാനും എനിക്ക് അപ്പോഴാണ് അവിടെ മാലിന്യ ഉടമ്പടി എടുത്തതാണ്. അതുപോലെ അവിടെയുള്ള സീനിയറായിട്ടുള്ള ചേച്ചി ഉടമ്പടി എടുത്തതാണ്, ജസ്റ്റ് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി അത് ഉടമ്പടിയിലേക്കാണ്. അതുവഴി ഉടമ്പടിയിലൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് അമ്മേനെ വിളിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അവിടെയുള്ള ആ ലാബിൽ ഇപ്പം ഞാൻ 4.5 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടി എനിക്ക് ചെയ്യാൻ എന്താണോ പറ്റില്ല എന്ന് വിചാരിച്ചത് അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മേൻ്റെ കൈ പിടിച്ചു. എല്ലാ ദിവസവും ഞാൻ അവിടെ കയറുമ്പോൾ ഉപ്പിട്ട് വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പാലിയേറ്റീവ് കെയറിൽ എനിക്ക് ആ കൂട്ടത്തിൽ അസിസ്റ്റൻ്റെ കൂടെ ആ സിസ്റ്ററും ഉടമ്പടി എടുത്തതാണ്, മേരി സിസ്റ്റർ, മാതാവിൻ്റെ പേരുള്ള സിസ്റ്ററാണ്. സിസ്റ്ററുടെ കൂടെ ഞാൻ പാലിയേറ്റീവ് കെയറിലും എനിക്ക് പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഉദ്ദേശിക്കാത്തൊരു വഴിയിലൂടെയാണ്. ഒരിക്കലും ഞാൻ തിരിച്ച് ഇതിലേക്ക് പോകുമെന്ന് ചിന്തിക്കാത്തൊരു കാര്യത്തിലേക്കാണ് അമ്മ എന്നെ കൊണ്ടുപോകുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഇപ്പോൾ 4.5 മാസമായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്ത് പോരുന്നു. അപ്പോൾ എന്നെ ഈ ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ചെയ്യാൻ അനുവദിച്ച അമ്മയ്ക്ക്, അതുപോലെ അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. എന്നെ ഒരു ചെറിയൊരു കൊച്ചിനെ പോലെ എന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. കാരണം ഞാൻ ഒരു സ്ഥലത്തും കുറച്ച് നാളിലപ്പുറം തുടർന്ന് പോകുമെന്ന് എൻ്റെ വീട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നതാണ്. എപ്പോഴും അവിടെ കയറിയ സമയം തൊട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ 4.5 മാസം പൂർത്തിയാക്കാൻ അമ്മ അനുവദിച്ചതിനോർത്ത് കൊടാനുകോ
കോടി നന്ദി പറയുന്നു. അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഉടമ്പടിയിലൂടെ ഒത്തിരി വിശ്വാസമാണ്, അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സിനി ചേച്ചിയുടെ മരുമകൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു. നീ മാതാവിൻ്റെ ആളല്ലേ, നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതിന് പ്രകാരം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ ചേച്ചിയുടെ മരുമകന് അതുപോലെ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിദേശത്തേക്ക് പോകാൻ പറ്റി. അതെന്നെ അവരോട് സന്തോഷത്തോടെ പറയുക, അവരിവിടെ വന്ന് നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ 2 മക്കളാണ്. മൂത്തയാൾ ശ്രീഭദ്ര, രണ്ടാമത്തെ ആൾ ശ്രീയ. ഇവർ രണ്ടുപേരുടെ സാക്ഷ്യം ഞാൻ ഇതിന് മുന്നേ രോഗസൗഖ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീഭദ്രയുടെ ഒരു രോഗസൗഖ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അവൾക്ക് ഞങ്ങൾ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞ ടൈമാണ്. ആ സമയത്ത് ചെവിയിലൊരു ഇൻഫെക്ഷൻ വരികയും അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഇയർ ഡ്രമ്മുമായിട്ട് ബെൻഡായി, അങ്ങനെയുള്ള ചെറിയ പ്രശ്നമാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് ഒരു പ്രൊസീജിയറിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ, നോർമലായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അത് ആ രീതിയിൽ ഡോക്ടർ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതൊന്നുമല്ലാതെ അവൾക്ക് ഒരു ദിവസം അവൾ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടാകുമായിരുന്നു, എപ്പോഴും തലവേദന ഉണ്ടാകുമായിരുന്നു. അത് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് കരുതി അവൾക്ക് കണ്ണടയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അവളൊരു 9th സ്റ്റാൻഡേർഡ് മുതൽ കോവിഡ് കഴിഞ്ഞ് ആഫ്റ്റർ കോവിഡിന് ശേഷം അവൾക്ക് കണ്ണട വെക്കേണ്ടി വന്നു. അതിനൊക്കെ ശേഷം തലവേദന എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും ആൾക്ക്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ നിരന്തരം ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രകാരം ഒരു ദിവസം രാവിലെ ഞാൻ ഇവളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇവളുടെ ചെവിയിലൂടെ ഒത്തിരി ഒരു ഫ്ലൂയിഡ് പോലെ ഇവളുടെ ചെവിയിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ ബ്ലഡിൻ്റെ അംശവും ഉണ്ട്. ഇങ്ങനെ ഫ്ലൂയിഡ് പില്ലോയും ബെഡും നനയുന്ന രീതിയിൽ അത്രത്തോളം ഒരു ബക്കറ്റിൽ എന്തോരം ആ രീതിയിലുണ്ടെന്ന് വേണം പറയാൻ. കാരണം ബെഡും നനഞ്ഞു, പില്ലോ നനഞ്ഞു, ആകെ നമ്മൾ പേടിപ്പിക്കുന്ന രീതി. പക്ഷേ അത് ഡോക്ടറിനെ കണ്ടപ്പോൾ അത് ചെവിയിൽ ഇൻഫെക്ഷൻ അല്ല, വേറെ എന്തോ പ്രശ്നമാണ്, നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കണം, ന്യൂറോ ആരെങ്കിലും കാണിക്കണം എന്നാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ ഞാൻ മാതാവിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അവൾക്ക് അന്ന് അവിടെ അമ്മ ചെയ്തത് വലിയൊരു സർജറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് പ്രാർത്ഥനയിലൂടെ അവളുടെ ഒരു പിക്ചർ അമ്മ കാണിച്ചു തന്നു. അവളിങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും അമ്മയാണ് തലേ ദിവസം ഞാൻ ഇവളുടെ റൂമിലേക്ക് പോകാൻ ചിന്തിച്ചപ്പോൾ അവിടെ അമ്മയുണ്ട്, അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. അമ്മയെ കാണുവാൻ ധൈര്യമുണ്ടെങ്കിൽ, പേടിക്കാതെ കാണുവാൻ പറ്റുമെങ്കിൽ മാത്രം ആ മുറിയിലേക്ക് പോയാൽ മതി എന്നെൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ഞാൻ ആ മുറിയിലേക്ക് പെട്ടെന്ന് പോയില്ല. പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഈ ഫ്ലൂയിഡ് വന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ അവൾക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അമ്മ അത് അവൾക്ക് കൊടുത്ത രോഗസൗഖ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് ഇതിന് മുന്നത്തെ സാക്ഷ്യത്തിൽ അന്ന് പറഞ്ഞ സാക്ഷ്യത്തിൽ പറയേണ്ടതായിരുന്നു. അത് വിട്ടുപോയത് കൊണ്ട് തന്നെ എന്നെ വീണ്ടും വീണ്ടും അമ്മ ഇത് ഓർപ്പിക്കുമായിരുന്നു, സാക്ഷ്യം പറയുമ്പോൾ ഇത് പറയണമെന്ന്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ മകളുടെ തന്നെ അനുഭവമാണ്. അവൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് +1 ആയിരുന്നപ്പോൾ ഇവൾ പ്രൊഫഷൻസി എന്ന് പറഞ്ഞ ഇവർക്കൊരു അവാർഡുണ്ട്. അതിന് വേണ്ടി ഇവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഇവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് ആ ഒരു ടോപ്പറായിട്ടുള്ള ആ ഒരു അവാർഡ് അവൾക്ക് കിട്ടിയില്ല +1. അപ്പോൾ അവൾക്ക് അതൊരു ഭയങ്കരമായിട്ട് മാനസികമായി ഒത്തിരി വിഷമം ഉണ്ടാക്കിയതാണ്. ഞാൻ അപ്പോൾ അത് നിയോഗമായിട്ടൊന്നും വെച്ചില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായി, അമ്മേ അവൾ ആഗ്രഹിച്ചതാണ്, അവൾക്ക് അമ്മ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം കൊടുക്കുവാൻ, അവളുടെ കൂടെ അമ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി അവൾക്ക് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാനും ഈ പ്രാവശ്യം ആ അവാർഡ് അവൾക്ക് കിട്ടുവാനിടയാകണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അവൾ ഉടമ്പടി പ്രാർത്ഥനകളിലും സായന പ്രാർത്ഥനകളിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഈ പ്രാവശ്യം പ്രൊഫഷൻസിയുടെ അവാർഡ് കിട്ടുവാനും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡിൽ പോകാറുണ്ട്. അവിടുത്തെ ഓരോ രോഗികളെയും സമയമെടുത്ത് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഒരു 4:30-5 മണിക്ക് ആ വാർഡിലേക്ക് കയറിയാൽ ഒരു 7:30 ആകുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. അതുപോലെ സമയമെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് അമ്മ പറഞ്ഞ എണ്ണമാത്രം ആദ്യം 15 പൊതി ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാർക്ക് തികയാതെ വന്നു, വീണ്ടും അതൊരു 20 ആക്കി. അപ്പോഴും അമ്മ ഒരു സംഖ്യ പ്രാർത്ഥിച്ച് എനിക്കൊരു സംഖ്യ പറഞ്ഞു തരണമെന്ന്. അങ്ങനെ 27 പൊതി കൊണ്ടുപോയപ്പോൾ അത് അവിടെ ധാരാളമാണ്, അവർക്ക് എല്ലാവർക്കും തികയാൻ. എപ്പോഴും 27 പൊതി കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായി
ആയിരിക്കും. അവിടെ ആൾ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ആ 27 പൊതി അവിടെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും സാധിച്ചു. അതിൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് ഇതുപോലെ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ വരാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അവരതിലേക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞ് സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ആ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞൊരു മാസം അവിടെ ഭക്ഷണപ്പൊതി കൊണ്ടുപോകാനായിട്ട് കർശനമായിട്ടുള്ള വിലക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാതാവ് എന്നെ അടുത്ത വഴിയിലേക്ക് വേറൊരു വഴി നമുക്ക് കാണിച്ചു തന്നെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഭക്ഷണവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് വഴിയിലുണ്ട് ആ ഭക്ഷണം ആവശ്യമുള്ള. അങ്ങനെയുള്ള മക്കൾക്ക് വണ്ടി എടുത്തിറങ്ങുമ്പോൾ കറങ്ങി ഭക്ഷണങ്ങൾ കൊടുത്തു വരാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മാതൃഭവനത്തിൽ അമ്മമാരുടെ ഭവനത്തിൽ പോവാറുണ്ട്. എനിക്ക് എൻ്റെ ഈ ഒരു ജന്മം ഒന്നിനും ഉപകാരമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരാഴ്ച ഞാൻ മുടങ്ങിയാൽ വരാൻ പറ്റാതിരുന്നാൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മമാരാണ്. അവരുടെ പ്രാർത്ഥനയും സ്നേഹവും കാണുമ്പോൾ ഉടമ്പടിയൊക്കെ കുറേ നാൾ മുന്നേ എടുക്കേണ്ടതായിരുന്നു. ഇതെല്ലാം ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിത രീതിയാണ്. ദൈവം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ജീവിത രീതിയാണെന്ന് ബോധ്യമായത് ഉടമ്പടിയിലൂടെയാണ്. ഇവിടെ വന്നപ്പോഴാണ്, അച്ഛൻ്റെ ക്ലാസ്സുകൾ കേട്ടതിലൂടെയാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. ആ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് നമ്മളുടെ പ്രാർത്ഥനയും നമ്മളൊരു കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചിരിക്കലും അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഇടയിലും രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് സന്തോഷത്തോടെ പറയും, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് അസുഖങ്ങൾ മാറിക്കിട്ടിയതെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾക്കല്ല, ഞാൻ ഇവിടെ വരുമ്പോൾ മാതാവിനോട് പറയുന്ന, അമ്മേ ഞാനിവിടെ മുട്ടുമേൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജപമാല ചൊല്ലാനാണ് വരുന്നത്, അതുകൊണ്ട് എന്നെ വരാൻ തടസ്സപ്പെടുത്തരുതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും തടസ്സപ്പെടുത്താതെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ വരാറുണ്ട്. ഇന്നിപ്പോൾ 2-ാം തീയതി ആയിപ്പോയത്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുപ്പിച്ച ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് പുതുക്കേണ്ടത് ഇന്നാണ്. അവർക്ക് ഇന്ന് വരാനായിട്ട് സൗകര്യമുള്ളത് കൊണ്ട് അവരും പിന്നെ മക്കളായിട്ട് വരാൻ വേണ്ടിയാണ് 2-ാം തീയതി. 1-ഓ 2-ഓ എന്നുള്ള അപ്പുറത്തേക്ക് ഒരിക്കലും ഇന്ന് വരെ മാറിപ്പോയിട്ടില്ല. തുടർച്ചയായിട്ട് അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനും പത്രം എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകാനും അതെല്ലാ മക്കൾക്കും കൊടുക്കുവാനും നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെ സന്തോഷത്തോടെ കൊടുക്കുവാനും അത് ക്ഷമയോടെ കേട്ടിരിക്കുന്നതും അത് ഉടമ്പടിയുടെ പത്രം വേണ്ട എന്ന് പറയുന്നവർ നമ്മുടെ അനുഭവം പത്രം വേണ്ടെങ്കിൽ മേടിക്കണ്ട, ഞങ്ങൾ പറയുന്ന ഒരു 2 മിനിറ്റ് കേൾക്കാവൂ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾക്ക് സമയം തന്നെ ആൾക്കാർ പിന്നെ പത്രം മേടിച്ചിട്ടാണ് പോവാറുള്ളത്. അങ്ങനെ ഒത്തിരി പേര് ഉടമ്പടി മുടങ്ങിക്കിടക്കുന്ന ഒത്തിരി പേര് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഉടമ്പടി പുതുക്കി ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോരുന്നുണ്ട്. ഒത്തിരി പേർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഒരിക്കലും മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഒരു അക്രൈസ്തവയാണ്, എന്നാൽ പോലും എനിക്ക് ദിവ്യബലിയിൽ പങ്കുചേരാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പോലും എന്നോട് ഞാൻ രാവിലെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ 6:30 ഡ്യൂട്ടിയിൽ കയറേണ്ട എന്നോട് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയാനായിട്ട് അമ്മ മാതാവാണ് ആ മക്കളെ അതിനു വേണ്ടി ഒരുക്കിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ നിമിഷവും ഞങ്ങളെ പൊന്നുപോലെ പരിപാലിച്ച് കൊണ്ട് നടക്കുന്നതിനും ഈ നിമിഷം ദൈവം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ വന്ന് നിൽക്കാനും ഇനി എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഇതുപോലെ വന്ന് നിൽക്കണമെന്ന് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അമ്മയുടെ മുമ്പിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ നയിച്ചത് കർത്താവാണ്. നിഷയുടെ മക്കളോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നിഷയുടെ ആധ്യാത്മിക ആസ്തിയെക്കുറിച്ചാണ്. നിഷ പറയുന്ന ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിഷയ്ക്ക് ആധ്യാത്മിക ആസ്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇവിടുത്തെ താൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളുടെയും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്.
ഉടമ്പടി മുടങ്ങിക്കിടക്കുന്ന മക്കളിലേക്ക് കടന്നു ചെന്ന് അത് പുതുക്കിയെടുക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അവരുടെ വിശ്വാസം ആഴപ്പെടുത്തുവാനുമുള്ള ഒരു ഉത്സുകതയാണ്. എല്ലാവരും ഈശോയെ കണ്ടെത്തണം എന്നുള്ള വലിയ ഒരു വേട്ടയാടൽ അല്ലെങ്കിൽ ഒരു വെട്ടിപ്പിടിക്കലാണ്. ഈശോയെ സ്നേഹിച്ചാൽ മാത്രമേ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വലിയ മിഷൻ വർക്കാണ് ഈ മകൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈശോയെ എപ്പോഴും കണ്ടെത്തുകയാണ്. ഈശോയ്ക്ക് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും അഗതികളായിരിക്കുന്നവരെയെല്ലാം ചെന്ന് കണ്ട് അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞ് നിഷ ചെന്നില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറവ് തോന്നുന്നത് പോലെ ഈശോയുടെ ഒരു സാമീപ്യം അവർക്ക് നൽകാൻ സാധിക്കുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണെന്ന് ഇന്ന് നിഷ ഏറ്റു പറയുകയാണ്. ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത് പോലെ 5-ാം അധ്യായം 4-ാം തിരുവചനം, ലോകത്തിന്മേലുള്ള നമ്മുടെ വിജയം എല്ലാ ലൗകിക അഭിവാഞ്ചകളെയും മറികടക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനങ്ങളിലൂടെ അച്ഛൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഉപവിയോടെ ചെയ്താൽ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് നമുക്കുറപ്പുണ്ട്. നമ്മുടെ ഉപവി പ്രവൃത്തികളെല്ലാം തന്നെ ഈശോയെ രഹസ്യമായി സ്നേഹിക്കുന്ന, അവിടത്തോട് മാത്രം നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. നാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈശോയെ സ്പർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ മധ്യസ്ഥതയിലുള്ള ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ്. അവിടെ വിശ്വാസത്തിൻ്റെ അവസാനത്തെ സർവകലാശാലയായ ആ ഉപവിപ്രവൃത്തികൾ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് വലിയ ആസ്തി ഈ ജീവിതത്തിന് മകളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരവസ്ഥയാണ്. 18 വർഷത്തെ ഗ്യാപ്പാണ് മകൾക്ക് MLT പഠിച്ചതിന് ശേഷം ഒരു നല്ല ക്ലിനിക്കിൽ ജോലി ലഭിക്കുവാനും അവിടേക്ക് ചെന്ന് കയറിയത് ഒരു മിഷൻ വർക്കിനാണെന്നുള്ള ബോധ്യത്തോടെയാണ് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ ലാബിൽ മകൾ ഇന്ന് നിഷ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വചനങ്ങളിലൂടെ അവർക്ക് ഈ ജോലി അമ്മ തന്നെ തന്നതാണ് എന്നുള്ള ഒരു ആഴമായ വിശ്വാസമേ മകൾക്കുണ്ടായത് വചനങ്ങളിലൂടെയുള്ള ഒരു അടയാളം ലഭിച്ചത് മൂലമാണ്. അതുപോലെ തന്നെ മകളുടെ തലവേദനയും ചെവിയുടെ ഇൻഫെക്ഷനുമെല്ലാം ഈശോ തന്നെ സൗഖ്യപ്പെടുത്തിയതായി ഈ മകൾ ഏറ്റുപറയുകയാണ്. ഈശോ തൊടുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു എഫാത്ത, ഒരു തുറക്കപ്പെടട്ടെ എന്നൊരു അനുഭവമാണ്. നമ്മുടെ ഈശോ നമ്മെ തൊടുമ്പോഴുള്ള ആ തുറന്നു കിട്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ തുറവിയുടെയും ഈശോയിലേക്ക് അടുക്കുവാനുള്ള ആ ഒരു ആധ്യാത്മിക തുറവി നമുക്ക് ലഭിക്കുന്നത് വചനങ്ങളിലൂടെയെല്ലാമാണ്. ഉടമ്പടി നാം എത്ര വിശ്വസ്തയോടുകൂടി ചെയ്യുന്നുവെന്ന് നിഷയുടെ വാക്കുകളിൽ തന്നെ ഈ സാക്ഷ്യമേറ്റ് പറയുകയാണ്. നമ്മൾ ദൈവിക സ്വഭാവത്തിൽ വളരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അധികാരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് സൗഖ്യം ലഭിക്കുവാനും അവരെ ഈശോയിൽ ആഴപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മയിലേക്ക് തിരിച്ചു വരുവാനൊക്കെയുള്ള വലിയ സൗഭാഗ്യമാണ് ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നിഷയെ പോലെ 1000 മക്കൾ 10000 മക്കൾ ഇന്ന് ലോകമെമ്പാടും ഓടി നടന്ന് ഈശോയെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ മുമ്പിൽ നമ്മെ ഈശോ ഏറ്റുപറയാൻ മാത്രം നാം വളരുന്നത് ഉടമ്പടിയിലൂടെയാണെന്നുള്ളൊരു നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നാം ഉടമ്പടി നിത്യകാലം ജീവിക്കും, നിത്യതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.